ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹം. ബാലുശ്ശേരി കോട്ടയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിപ്പിക്കുന്നതിനും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് സെക്രട്ടറിയും പനങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള 15-ാം വാർഡിലെ അംഗവുമായ ജനപ്രതിനിധിയുമായ പ്രിയപ്പെട്ട സിജു ഇവിടെ ഉപവാസ സമരം ആരംഭിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ഭരിക്കുന്ന സർക്കാരും ആ സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങൾ കാണിക്കയായി സമർപ്പിച്ച സ്വർണവും അതുപോലുള്ള അമൂല്യ വസ്തുക്കളും ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും അതേപോലെ തന്നെ ക്ഷേത്രവും ഒക്കെ തന്നെ സ്വർണം പൊതിഞ്ഞു കൊടുത്ത സമയത്ത് തൻ്റെ ഭക്തിയുടെ ഭാഗമായി വളരെ ഏകദേശം 40 കിലോഗ്രാം സ്വർണം പോലെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ സ്വർണം പൊതിയലിൽ അവസാനം അതൊക്കെ തന്നെ ചെമ്പുപാളികളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അന്തരീക്ഷത്തിലെ രാസമാറ്റം കൊണ്ട് ഈ സ്വർണം അത്രയും ചെമ്പുപാളികളായി മാറുന്ന ഒരു കാഴ്ച. അവതാരങ്ങളെ തൻ്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ്റെ സർക്കാർ അവതാരങ്ങൾ എൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെ ഭാഗത്തുനിന്ന് മാറി നിൽക്കണമെന്ന് പ്രഖ്യാപിച്ച പിണറായി സർക്കാർ അദ്ദേഹത്തിൻ്റെ ശൃംഖിടികൾ അവതാരങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ ആയിരിക്കാം നമ്മുടെ പരിസരത്തൊക്കെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ അടുത്ത കാലത്തായി പത്രവാർത്ത കണ്ടാൽ നമുക്കറിയാം, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെയുള്ള എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഉദ്യോഗസ്ഥരും സ്വർണം എടുത്തു മാറ്റുന്ന അവസ്ഥയാണ്. നമ്മുടെ സമരത്തിന് ആധാരമായ ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിലെ ഏകദേശം 20 പവനോളം സ്വർണം കാണാതായിരിക്കുന്നു, അല്ലെങ്കിൽ ആരോ കട്ടുകൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന വിവരം. ഇതിനൊരു ഭരണസമിതിയുണ്ട്, ഇതിന് സർക്കാർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡ് നിയോഗിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിലാണ് ക്ഷേത്ര സ്വത്തുക്കളൊക്കെ തന്നെ. ഈ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവാദിത്തത്തിലാണ്. ടി വിനോദൻ എന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവിടെ ജോലി ചെയ്തിരിക്കുന്ന സമയത്താണ് 20 പവൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയത്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രഭരണ സമിതിയോ അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഓരോ പണത്തിനും ഓരോ പൈസയ്ക്കും കണക്കുള്ളതാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എല്ലാ കൊല്ലവും ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 പ്രാവശ്യമായി മാറി വന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ കാലത്ത് നടന്ന, അല്ലെങ്കിൽ അവരുടെയൊക്കെ കാലത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഒരു സ്വർണം നഷ്ടപ്പെട്ടതായി പരാമർശമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരോട് സംസാരിച്ച സമയത്ത് ഞങ്ങളിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ടി വിനോദൻ അത് ഉടനെ തന്നെ എത്തിക്കാം, അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ഈ പണം കെട്ട ടി വിനോദൻ ഈ സ്വർണം എത്തിച്ചു തരാം എന്ന രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കേസ് കൊടുക്കാത്തത് എന്നാണ് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടുത്തെ നിലവിലുള്ള എക്സിക്യൂട്ടീവ് ഓഫീസറോ ഭരണസമിതിയോ ഈ പോലീസിൽ ഒരു പരാതി പോലും കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ സമരം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പ്രശ്നം ഏറ്റെടുത്ത ശേഷമാണ്, ഭക്തർ ഈ പ്രശ്നം ഏറ്റെടുത്ത ശേഷമാണ് അവരൊരു പരാതി കൊടുക്കാൻ പോലും മുന്നോട്ട് വന്നത് എന്നുള്ളതാണ് കാര്യം. ഈ ഒരു സാഹചര്യത്തിലാണ് ബാലുശ്ശേരി കോട്ടയിലെ 20 പവൻ മോഷ്ടിച്ച ടി വിനോദൻ എക്സിക്യൂട്ടീവ് ഓഫീസറെയും അതിന് കൂട്ടുപിടിച്ച ഉദ്യോഗസ്ഥരെയും അതിന് ചുക്കാൻ പിടിച്ച ഭരണതലത്തിലെ സംവിധാനങ്ങളെയും കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി
ഈ തരത്തിലൊരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ഉപവാസ സമരത്തിൽ ഉപവാസം ഇരിക്കുന്നത് വലിശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയുമായ പ്രിയപ്പെട്ട സിജു അദ്ദേഹത്തെ ഹാർദമായി ഈ ഉപവാസ പന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉപവാസ സമരത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് വലിശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ അധ്യക്ഷൻ പ്രിയപ്പെട്ട വി ബിജീഷിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ ഉപവാസ പന്തലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഉപവാസ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഡി സി സിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ നിജേഷ് അരവിന്ദാണ്. നിജേഷ് അരവിന്ദനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ ഉപവാസ പന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉപവാസ പന്തൽ ഉപവിഷ്ടനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കൾ, ഷൈബാഷ് കുമാർ ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്ക്, വലിശ്ശേരി ബ്ലോക്കിൻ്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഭാരവാഹികൾക്ക്, പനങ്ങാട് മണ്ഡലത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഭാരവാഹികൾക്ക്, ഈ ഉപവാസ പന്തലിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുഴുവൻ കോൺഗ്രസിൻ്റെ നാഷണൽ ജനതാദളിൻ്റെ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രൻ പൂക്കിനടുത്ത് വളരെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രവർത്തകരെയും, കോൺഗ്രസിലെ മുഴുവൻ പ്രവർത്തകരെയും, ഈ ഉപവാസ പന്തലിൽ ഉപവിഷ്ടരായ മുഴുവൻ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉപവാസ സമരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജീഷിനെ ക്ഷണിക്കുന്നു. പ്രിയ ഭക്തജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, ആദ്യമായി ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിന് മുമ്പിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഉപവാസ സമരത്തിൽ ഉപവസിക്കുന്ന മുൻ ട്രസ്റ്റി ബോർഡ് ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ സിജു ആർസിയെ ആരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗം സീനിയർ കോൺഗ്രസ് നേതാവ് ശ്രീ ആർ ഇസ്മയിൽ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ബാലുശ്ശേരി പനങ്ങാട് പ്രദേശങ്ങളിൽ നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, അതുപോലുള്ള ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾക്ക് സമരം ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ ബാലുശ്ശേരിയിലോ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലോ ഇന്ന് വരെ നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൻ്റെ മുമ്പിൽ ഒരു സമര പരിപാടിയുമായി നമുക്ക് വരേണ്ടി വന്നിട്ടില്ല. അതിവിചിത്രമായ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരമൊരു സമരത്തിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഈ സമരം ഒരിക്കലും വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കാനോ ക്ഷേത്രത്തിലെ മൂർത്തിക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെയുള്ള ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിന് വരാൻ സത്യത്തിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഈ സമരം എന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളോട് പറയേണ്ടത്, ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. കേരളത്തിലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം ശബരിമലയിൽ നിന്ന് കടത്തിയവർക്കെതിരെ നടപടിയില്ലാതെ ഏതാനും ചില പ്രതികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള തന്ത്രപരമായ നീക്കം സംസ്ഥാന സർക്കാരും, തീർച്ചയായും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയൊരു കൊള്ളയാണ്. 20 പവൻ നിന്നും 16 പവൻ എന്നൊക്കെ ട്രസ്റ്റി ബോർഡുമായി ബന്ധപ്പെട്ട ആളുകൾ പരാതി കൊടുക്കുന്ന സമയത്ത് പറയുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി. നമുക്ക് എങ്ങനെയാണ് അത് 20 ആണോ 16 ആണോ എന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത രീതിയിലേക്ക് അതിന്റെ വ്യാപ്തി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാന്യനായ ഇന്ന് ഇവിടെ ഉപവാസം ഇരിക്കുന്ന ശ്രീ സിജു ആർസി ബാലുശ്ശേരി കോട്ട പരദേവതാ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ബോർഡിന്റെ ചെയർമാനായി 2016 അദ്ദേഹം സ്ഥാനമൊഴിയുന്ന സമയത്ത് അദ്ദേഹം അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ നാരായണ നമ്പൂതിരിയും കൂടി കൊടുത്ത കണക്ക് പ്രകാരം, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഞാൻ ആർസി കൂടി ഒന്നുകൂടി ക്ലാരിഫൈ നടത്തേണ്ടതുണ്ടെങ്കിൽ പോലും
ഞാൻ മനസ്സിലാക്കിയിടത്തോളം 57 പവൻ സ്വർണ്ണാഭരണവും 14 കിലോ വെള്ളിയും അന്ന് രേഖപ്പെടുത്തി രജിസ്റ്ററിൽ വെച്ച് വെരിഫിക്കേഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇത്രയും സ്വർണം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം സ്ഥാനമൊഴിയുന്നത്. അപ്പോൾ അന്ന് 2016 അദ്ദേഹം സ്ഥാനമൊഴിയുന്ന സമയത്ത് ഇത്രയും സ്വർണം അവിടെ ഉണ്ടായിരുന്നെന്നാണ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ശ്രീ നിജേഷ് അരവിന്ദും ശ്രീ രംഗീഷും ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അത് നിജേഷ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ 2016 ശേഷം വിനോദൻ ഇവിടുന്ന് പോകുമ്പോൾ അദ്ദേഹം താക്കോലുമായിട്ടാണ് പോയെന്നവർ. അത് ഇന്ന് വരെ തുറക്കാത്ത ബി നിലവറ പോലെ, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ പോലെ തുറക്കാത്ത ഒരു നിലവറയുടെ പൂട്ടുമായിട്ട് അദ്ദേഹം പോയതിനു ശേഷം ഇവിടെ എന്തെല്ലാം സാധനങ്ങൾ വന്നു എന്നതിന് എന്തെങ്കിലും വ്യക്തമായ കണക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ വിനോദനെ കുറ്റം പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, വിനോദൻ പോകുമ്പോൾ വിനോദൻ ഒരു പക്ഷേ തെറ്റുകാരനായിരിക്കാം, തെറ്റ് ചെയ്തിട്ടുണ്ട്. വിനോദന്റെ രാഷ്ട്രീയ പാരമ്പര്യം പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് ഒന്നുകൂടി പറയാനുണ്ട്. വിനോദൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ വിനോദൻ CITU-കാരനാണ് എന്ന് കൂടി ഞങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം വിനോദന് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്ന, വിനോദന്റെ പ്രവർത്തികൾക്ക് ഇത്രയും കാലം സംരക്ഷണം കൊടുത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിന് കുറ്റക്കാരെന്ന് ഞങ്ങൾക്ക് പരസ്യമായി ഉറക്കെയും വിളിച്ചു പറയേണ്ട സാഹചര്യമുണ്ട്. അപ്പൊ വിനോദൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇവിടെ 57 പവന്റെ സ്വർണ്ണമുണ്ട്, 14 കിലോയുടെ വെള്ളിയുണ്ട്. അതിനുശേഷം നീണ്ട 10 വർഷങ്ങൾ ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിലെ ഒരു മോതിരവും ഒരു സ്വർണ്ണ നാണയവും ഉണ്ടായിരുന്നുവെന്ന് ഇവിടുത്തെ ഒരു ജീവനക്കാർ അങ്ങനെ ഒരു സംശയം പ്രകടിച്ചപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അത് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത അവർ പറഞ്ഞപ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ട്രസ്റ്റി ബോർഡും എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം അത് ആവിയായി പോയോ, അത് ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. ഇതിന് 57 പവന്റെ അല്ലെങ്കിൽ 20 പവന്റെ മൂല്യം കണ്ടാൽ പോരാ. ബാലുശ്ശേരി പരദേവതയുടെ തിരുവാഭരണത്തിന്റെ മൂല്യം സ്വർണത്തിന്റെ വിലയുമായി ബന്ധപ്പെടുത്തിയല്ല നമുക്ക് കാണാൻ സാധിക്കുക. ഒരുപക്ഷെ അത് കേരളത്തിന്റെ പുറത്തൊരു മാർക്കറ്റിൽ കൊണ്ടുപോയാൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന വസ്തുവായിട്ട് അത് മാറും. ഒരു പവന് പോലും ഒരുപക്ഷെ 1 കോടി വില വരുന്ന രീതിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ വാങ്ങാനുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അന്താരാഷ്ട്ര തിരുവാഭരണ കടത്ത് കേസിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ എത്തിപ്പെട്ടാൽ അതിന്റെ മൂല്യം കോടികളോ അതിനപ്പുറത്തേക്കോ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കേവലം 16 പവന്റെയോ 20 പവന്റെയോ കടത്തായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അപ്പൊ തീർച്ചയായും ഇത് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു സമരം നടത്തിയിരിക്കുന്നത്. ഈ സമരത്തിന് ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിന്തുണ പൂർണ്ണമായ അർത്ഥത്തിൽ ഇങ്ങനെ ഒരു സമരം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പുമായി ബന്ധപ്പെട്ട് എല്ലാവരും അവിടെ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ തമാശക്കെങ്കിലും പറഞ്ഞു, ബാലുശ്ശേരി പരദേവതയുടെ ശക്തി ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ ക്യാമ്പ് പോലും നിർത്തിവെക്കേണ്ടി വന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ സഹകരിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു എന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുകയാണ്. തീർച്ചയായും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും വൈകാരികമായി കാണുന്ന ഈ ഒരു പ്രശ്നത്തെ ലഘുവായി കാണാനും അതിനെ ഇല്ല എന്ന് പറയാനുമാണ് ട്രസ്റ്റി ബോർഡും CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ ആ ബഹളം നടക്കുമ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറോട് തർക്കിക്കാൻ CPM-ന്റെ പ്രാദേശിക നേതാക്കന്മാർ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പിന്നീട് അവർ എന്തുകൊണ്ട് സ്വരം മാറ്റി നയം മാറ്റി എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ ആ ഒരു സമയത്ത് അവിടെ ഒരു പരാതി പോവുകയാണെങ്കിൽ ആ പരാതിയുടെ ആളുകൾ ഞങ്ങൾ കൂടിയാണ് എന്ന് പറയാൻ അവർ തയ്യാറാണെങ്കിൽ ഇന്ന് സിജു ആർസിക്കെതിരെ, പഴയ ട്രസ്റ്റി ബോർഡിനെതിരെ എല്ലാം ആരോപണവുമായി അവർ വരികയാണ്. അവർക്ക് പരസ്യമായി ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒരു കാരണം അവരുടെ വീഴ്ചയെ പറ്റി ന്യായീകരിക്കാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഒളിച്ചിരുന്ന് ഈ സമരങ്ങളെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമരത്തിന് ഇതൊരു തുടക്കം മാത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒരു പ്രതീകാത്മകമായ സമരമല്ല. ഇതിന് കുറ്റവാളികളായ ആളുകളെ മുഴുവൻ കണ്ടെത്തി അവർക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ്. ഇത് ഒരു റിക്വസ്റ്റായി കൊടുക്കേണ്ടതല്ല ഈ ട്രസ്റ്റി ബോർഡ്. ഇത് തിരിച്ചെത്തിക്കും. നഷ്ടപ്പെട്ടു പോയതിന് അന്ന് അവിടെ വിചിത്രമായ ചില വാദങ്ങൾ അത് മറുപടി പറയും. എങ്ങനെയാണ് 80% കണക്കാക്കിയിരിക്കുന്നത്? അവിടുന്ന് പോയത് എന്താണെന്ന് അറിയാതെ 80% പറ്റി പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല. അല്ലെങ്കിൽ തന്നെ ഒരാൾ കട്ടുകൊണ്ടുപോയ സാധനം തിരിച്ചെത്തിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇതിൻ്റെ അകത്തുള്ളത്. അത് കളവ് തന്നെയാണ്. അതിനെ ക്രിമിനൽ കേസായിട്ട് തന്നെ അത് നേരിടണം. അതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ശബരിമലയിൽ പറയുന്ന പോലെ പോറ്റി കൊണ്ടുപോയിന്നോ അല്ല പറയേണ്ടത്. ഇവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ കൊണ്ടുപോയിന്നല്ല, പോറ്റി കൊണ്ടുപോയത് അറിഞ്ഞ ദേവസ്വം ബോർഡിന് അവിടെ ഉണ്ട്. അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ 3 വർഷം 4 വർഷം മുമ്പ് ഇവിടെ നഷ്ടപ്പെട്ടതാണ്. ഇന്നലെ ഒന്നും നഷ്ടപ്പെട്ടതല്ല. 4 വർഷം മുമ്പ് ഇവർക്ക് അറിയാവുന്ന ഒരു കാര്യത്തിന് ഒരു വിവാദം ഉണ്ടായപ്പോൾ പരാതി കൊടുക്കുമ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യ ശ്രീ നിജേഷ് അരവിന്ദിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്. അധ്യക്ഷൻ ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VB വിജീഷ്, ഇന്ന് ഈ വിശ്വാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന 16 വരെ ട്രസ്റ്റി ബോർഡ് ചെയർമാനും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ RC സിജു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KC സുരേശൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വൈശാഖ്, ശ്രീ അഭിജിത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ്,
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ രംഗീഷ്, ശ്രീ സലാം ക, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇസ്മായിൽ ക, ഷൈബാഷ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ, നാഷണൽ ജനതാദളിന്റെ നേതാവ് ശ്രീ ചന്ദ്രൻ, ഈ സമരത്തിൽ പങ്കാളികളാവാൻ വേണ്ടി കടന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, പരന്നുകിടക്കുന്ന ഭക്ത ശൃംഖലയുള്ള ഒരു ക്ഷേത്രമാണ് ബാലുശ്ശേരി കോട്ട ക്ഷേത്രം. ഏത് പ്രദേശത്ത് പോയാലും, ബാംഗ്ലൂരിൽ പോയപ്പോൾ ബാലുശ്ശേരി കോട്ടയെ പറ്റി ചോദിക്കുന്നവരുണ്ട്. മറ്റേത് പ്രദേശത്ത് പോയാലും ബാലുശ്ശേരി കോട്ടയ്ക്കൊരു പേരുണ്ട്. ഒരുപക്ഷെ സിജു ചെയർമാനായിരുന്ന കാലത്ത്, അതിനു മുമ്പ് ശ്രീ എടവന വേണുവേട്ടൻ ചെയർമാനായിരുന്ന കാലത്ത്, ക്ലാസിക് ബാബുവേട്ടൻ ചെയർമാനായിരുന്ന കാലത്ത്, അതൊക്കെയാണ് എന്റെ ഓർമ്മയിലുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലൊക്കെ ബാലുശ്ശേരി കോട്ടയുടെ പേരും പെരുമയും നിലനിർത്താൻ സാധിച്ചു എന്ന ചാരിതാർത്ഥ്യവും അഭിമാനവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എക്കാലവുമുണ്ട്. പക്ഷെ കഴിഞ്ഞ 9 വർഷകാലമായി ഈ കോട്ടയ്ക്കകത്തുള്ള ഭരണസമിതി, ആ ഭരണസമിതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു വിധത്തിലുള്ള പങ്കാളിത്തവുമില്ല. 2016 സിജു RC ചെയർമാൻ സ്ഥാനം ഒഴിയുമ്പോൾ അതുവരെ ഭക്തർക്ക് കിട്ടിയ കാണിക്ക, നേരത്തെ വിജീഷ് സൂചിപ്പിച്ചതുപോലെ, സ്വർണം 58 പവൻ സ്വർണം, 14 കിലോ വെള്ളി. ഇത് എഴുതി സിജു എന്നെ കാണിച്ചു തന്നു. അത് എഴുതി കണക്കേൽപ്പിച്ച് കൈമാറിയിട്ടാണ് സിജു അവിടുന്ന് ചെയർമാൻ സ്ഥാനത്ത് ഇറങ്ങിപ്പോകുന്നത്. ചെയർമാൻ സ്ഥാനത്ത് ഇറങ്ങിപ്പോയതിനു ശേഷം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും നിരന്തരമായി ഇടപഴകുന്ന ആളാണ് സിജു RC. അതിന് മുമ്പുള്ള ചെയർമാൻ ബാബുവേട്ടൻ, അദ്ദേഹം 24 മണിക്കൂർ എന്ന പോലെ ബാലുശ്ശേരി കോട്ടയുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഈ കോട്ടയിലെ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരൊക്കെ കേവലം ഒരു അധികാര സ്ഥാനമല്ല, മറിച്ച് ഈ ക്ഷേത്രമാണ്, ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പോക്കാണ്, നിലനിൽപ്പാണ്, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇന്നിവിടെ കോൺഗ്രസിന്റെ ഉപവാസ സമരമുണ്ട് എന്നറിഞ്ഞപ്പോ ഒരു ബോർഡ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ആ ബോർഡ് CPIM ആണ് വെച്ചത്. അതിലൊന്നാമത്തെ കാര്യം, കോൺഗ്രസുകാരനായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ PT വിനോദൻ അല്ലേ സ്വർണം കെട്ടത് എന്നാണ്. ഇതിന് മറുപടി പറയേണ്ടത് ആരാ? അവിടെ PT വിനോദനാണോ കട്ടത് എന്നുള്ളതിന്റെ മറുപടി പറയേണ്ടത് ആരാ? സിജു RC? രാജമാഷ നിങ്ങളാണോ? ഇത് കട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മറുപടി പറയേണ്ട CPM ബോർഡ് വെച്ചാൽ പോരാ. PT വിനോദനല്ലേ കട്ടത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു മോഷണം നടന്നാൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മോഷണത്തിന്റെ അവിടെ ബോർഡ് വെക്കും, കായംകുളം കൊച്ചുണ്ണി വന്നിട്ടാണ് കട്ടത് എന്നാണോ പറയാ? ഇത് കട്ടത് വിനോദനാണെങ്കിൽ, അങ്ങനെ തന്നെയല്ലേ ബോർഡ്? കട്ടത് വിനോദനാണ് എങ്കിൽ ആരാണ് കള്ളനെ പിടിക്കേണ്ടത്? ഞങ്ങളുടെ ചോദ്യത, ആരാ കള്ളനെ പിടിക്കേണ്ടത്? ബാലുശ്ശേരി കോട്ട പോലെയുള്ള 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിനകത്ത് ഈ നാട്ടിലെ സാധാരണക്കാരൻ വഴിപാടായി, കാണിക്കയായി സ്വന്തം താലി, ഇപ്പൊ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ ഇവിടെ താലി കൊണ്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ സുഹൃത്ത്. അങ്ങനെ സ്വന്തം താലി പോലും ഈ ക്ഷേത്രത്തിൽ സമർപ്പിച്ച 1000-കണക്കിന് ഭക്തർ അത് സമർപ്പിച്ചപ്പോ അതിന്റെ കസ്റ്റോഡിയൻ ആര്? PT വിനോദനെ കോൺഗ്രസ് ബന്ധം, ഞാൻ അതിലേക്ക് വരാം. PT വിനോദനാണ് കട്ടത് എന്ന് കേരളം ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ ചോദ്യം, PT വിനോദനെ സംരക്ഷിക്കുന്നത് ആരാണ് എന്നാണ്. ഉമ്മൻചാണ്ടി അല്ലല്ലോ ആഭ്യന്തരമന്ത്രി, ആണോ? ഉമ്മൻചാണ്ടിയാണ് ആഭ്യന്തരമന്ത്രി. അപ്പൊ എന്ത് പറഞ്ഞാലും പറയുന്ന ഉമ്മൻചാണ്ടിയെ അറസ്റ്റ് രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ ചോദ്യമാര്. രമേശ് ചെന്നിത്തലയാണോ ആഭ്യന്തരമന്ത്രി? ആരാ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? പിണറായി വിജയനാണ്. കഴിഞ്ഞ 9.5 കൊല്ലമായി കേരളത്തിലെ ആഭ്യന്തര മന്ത്രി പിണറായി
വിജയനാണ് ഭരണ സംവിധാനത്തെ നയിക്കുന്നത്. ഈ ബോർഡ് വെച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഭരണ നേതൃത്വമാണ്. PT വിനോദൻ കട്ടിട്ടുണ്ട് എങ്കിൽ എന്ത് ആക്ഷൻ എടുത്തു? അവിടെ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോ ബാലുശ്ശേരി കോട്ടയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോ സമരത്തിന് വന്ന ചില ആളുകളുണ്ട്. ഞങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് അവിടെ മുതൽ ഇവിടെ വരെ കൊടിവെക്കാം. പക്ഷെ ഭക്തരായ ആളുകൾ പറഞ്ഞു വേണ്ട, അമ്പലത്തിന് മുകളിൽ കൊടിവെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വേദിയാക്കിക്കൊണ്ട് നമ്മൾ അമ്പലത്തെ മാറ്റണ്ട. അത് പറഞ്ഞതുകൊണ്ടാണ് പ്രതീകാത്മകമായി നമ്മൾ 2 കൊടി വെച്ചത്. അതിനകത്ത് പോയി ബഹളമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാഞ്ഞിട്ടല്ല. ഞങ്ങൾ ചോദിക്കേണ്ട കാര്യം കൃത്യമായി ചോദിച്ചു. ഞങ്ങൾ മാധ്യമങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് ഇതാ ഞങ്ങൾ സമരം ചെയ്തു. കുറെ ആളുകളെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച് ഞങ്ങൾ സമരം ചെയ്യാനുമല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ കേവലം മലബാർ ദേവസ്വം ബോർഡിലേക്ക് മാത്രം ചൂണ്ടാനും ഉദ്ദേശിക്കുന്നില്ല. പ്രമുഖ ക്ഷേത്രങ്ങളൊക്കെ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ മാത്രമല്ല, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുമുണ്ട് എന്ന ധാരണ വളരെ കൃത്യമായി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അതിലേക്ക് വരാം. ഞാൻ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരന്റെ ചോദ്യത്തിന് മറുപടി. അപ്പോ കട്ടതിൽ PT വിനോദനാണ് എങ്കിൽ ആ PT വിനോദനെ സംരക്ഷിക്കുന്നത് ആരാണ് എന്നാണ് അറിയേണ്ടത്. PT വിനോദൻ പഴയ കോൺഗ്രസുകാരനാണ്, ഒരു സംശയം വേണ്ട. പഴയ കോൺഗ്രസുകാരുടെ കണക്കെടുത്താൽ, പഴയ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിമാരുടെ കണക്കെടുത്താൽ അതിൽ ഏറ്റവും പ്രസിദ്ധനായ പഴയ KPCC ജനറൽ സെക്രട്ടറിയുടെ പേര് EMS നമ്പൂതിരിപ്പാട് എന്നതാണ്. ശരിയല്ലേ? ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത്, കോൺഗ്രസ് നയിച്ച ഐതിഹാസിക സമരകാലത്ത്, ആ ഗുരുവായൂർ സമരത്തെ നയിച്ച കാലത്ത്, കോൺഗ്രസ് നയിച്ച സമരത്തിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി EMS ഉണ്ടായിരുന്നു. AK ഗോപാലൻ ഉണ്ടായിരുന്നു. പഴയകാല കോൺഗ്രസുകാരാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്തിയതിനു ശേഷമുള്ള ഉത്തരവാദിത്വം അത് നമുക്കല്ല. അതിനകത്തുള്ള കാലത്ത് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. 24-ാമത്തെ വയസ്സുവരെ PT വിനോദൻ പേരാമ്പ്രയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. ഒരു സംശയവും വേണ്ട, ആയിരുന്നു. 24 വയസ്സ് മുമ്പ് അദ്ദേഹം ഈ പാർട്ടി പദവിയിൽ ഏതെങ്കിലും തലത്തിൽ നിലനിന്നിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും കോൺഗ്രസിന് യാതൊരു പ്രയാസവുമില്ല. പക്ഷെ 24 വയസ്സ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ജോലി കിട്ടി. ദേവസ്വം ബോർഡിൽ പണി കിട്ടിയപ്പോ അന്ന് മുതൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി കോൺഗ്രസിലില്ല. ഞാൻ ഏതിലാണുള്ളത്? CITU, സെൻട്രൽ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ. CITU സുജിയെ കാണിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ CITU യൂണിയന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ശരിയല്ലേ ആർസി? നേരത്തെ ഈ ബോർഡ് വെച്ച തിരുവഞ്ചേരിപ്പയിലെ CPM-കാരോട് പറയുന്നു, മുൻകാല കോൺഗ്രസ് എന്നല്ല നിങ്ങൾ എഴുതേണ്ടത്. മലബാർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ CITU കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മെമ്പറായ PT വിനോദനാണ് കട്ടത് എന്നെഴുതാനുള്ള ബോധവും ബോധ്യവുമാണ് കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടത്. ഞങ്ങളുടെ നിലയിലേക്ക് കെട്ടിവെക്കണ്ട. ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ വിശ്വാസം എന്താണ്? ഞാൻ ബാലുശ്ശേരി കോട്ടയിലേക്ക് നിരന്തരം വരാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ എന്റെ അമ്മയെ ഭക്തി ആവശ്യത്തിന് ക്ഷേത്ര ദർശനത്തിന് ഇവിടെ ഇറക്കിക്കൊടുക്കും. ഞാനതിനകത്തേക്ക് പോവാത്തത് ഞാനൊരു പൂർണ്ണ ഭക്തനല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ സിജു RC പൂർണ്ണ ഭക്തനായതുകൊണ്ടാണ് അതിനകത്തേക്ക് കയറി പോകുന്നത്. ഈ ഇവിടെ ഇരിക്കുന്നതിൽ വിശ്വാസികൾ അതിനകത്ത് പോകും, വിശ്വാസമില്ലാത്തവർ ഇവിടെ നിൽക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വിജീഷ് പറഞ്ഞതുപോലെ അവിടേക്ക് കൊടുക്കുന്ന ഒരു സ്വർണത്തിന്റെ മൂല്യം അത് ഗ്രാമിന്റെ മൂല്യമല്ല, അത് പവന്റെ മൂല്യമല്ല. ആ മൂല്യം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാണിക്ക എന്ന പണം കൊണ്ട് ഇടാൻ പറ്റാത്ത മൂല്യമാണ്. പക്ഷെ ഭക്തിയില്ലാത്തൊരുത്തൻ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒരു ലോഹം മാത്രമാണ്. അതുകൊണ്ടായിരിക്കും നേരത്തെ തമാശയിലാരോ പറഞ്ഞത്, പുലിവാൽഗൂർ രാജാവൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രം, ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കോടിക്കണക്കിന് വരുന്ന മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും വന്ന സമയത്ത് അദ്ദേഹത്തിനൊക്കെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ആ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു കേരളത്തിൽ ജനാധിപത്യം വരുമെന്നും ആ ജനാധിപത്യം വരുമ്പോൾ ഏത് കാലത്തും ഭക്തന്മാരായ ആളുകളായിരിക്കില്ല അധികാരത്തിൽ ഉണ്ടാവുക. അവിടെ കമ്മ്യൂണിസ്റ്റുകാരിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് B കലവറയും B
കലവറയും ഒക്കെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരെ പൊളിക്കാൻ കഴിയാത്ത കലവറയ്ക്കുള്ളിലാക്കി 8ഉം 10ഉം 12ഉം പൂട്ടിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. അത് സൂക്ഷിച്ചു വെച്ചിടത്ത് ആ സ്വർണം നിലനിൽക്കുന്നുണ്ട്. സൂക്ഷിക്കാത്തിടത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ മന്ത്രിസഭയ്ക്ക് മുമ്പിലേക്ക് ദേവസ്വം ബോർഡിന് തുറന്നു കൊടുത്ത അമ്പലങ്ങൾക്കകത്ത് അതിന്ന് കാണാനുമില്ല. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഒന്നാമത്തെ ഹെഡിങ് എന്താ? കട്ടു എന്നാണ്. ശരിയല്ലേ? കട്ടു. ആര് കട്ടു? ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഹെഡിങ്, മലയാള മനോരമ പത്രത്തിന്റെ ഹെഡിങ് എന്താ? കട്ടു. കട്ടതു തന്നെ. ഇന്നലത്തെ മലയാള മനോരമ പത്രത്തിന്റെ ഹെഡിങ് എന്താ? ചെമ്പട. ഇത് ചെമ്പട. ചെമ്പട, ചെമ്പാട എന്നെഴുതിയത്. അതായത് ഭക്തൻ കൊടുത്ത കാണിക്ക ചെമ്പ് സ്വർണ്ണമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? ചെമ്പായി മാറി. ചെമ്പായിട്ട് മാറി. അതാണ് ഗുരുവായൂർ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇനി രണ്ടാമത് CPM വെച്ച ബോർഡിന്റെ രണ്ടാമത്തെ വരി എന്താ? PT വിനോദനെ ഒന്നും പറയാതെ ദേവസ്വം ബോർഡിലും ട്രസ്റ്റിക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നത് BJPയും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്നാണ് ആ ബോർഡിലെ രണ്ടാമത്തെ വരി. ആ ബോർഡിലെ രണ്ടാമത്തെ വരി. ഞങ്ങൾക്ക് PT വിനോദനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. PT വിനോദനെ സംരക്ഷിക്കുന്ന ആള് ആരാണ് എന്ന് ചോദിച്ചാൽ പണ്ട് ശശികുമാർ പേരാമ്പ്ര. ശരിയല്ലേ? ഏതാ പാർട്ടി? ഏതാ പാർട്ടി? അയാളെ സ്ഥാനം എന്താ ഇപ്പോ? മലബാർ ദേവസ്വം ബോർഡ് മെമ്പറാണ് ശശികുമാർ പേരാമ്പ്ര. ശശികുമാർ പേരാമ്പ്രയുടെ റൈറ്റ് ഹാൻഡ് ആണ് ആര്? PT വിനോദൻ. ഇപ്പോ കേരള കോൺഗ്രസിൽ നിന്ന് നേരെ CPM ആയി മാറിയ ശശികുമാർ പേരാമ്പ്രയുടെ റൈറ്റ് ഹാൻഡ് ആണ് ഇന്ന് CITUവിന്റെ നേതാവായ PT വിനോദൻ. അയാളെ ഞങ്ങൾ എന്തിനാ സംരക്ഷിക്കുന്നത്? ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് PT വിനോദനെ പറ്റി പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും ചോദിച്ച കാര്യം, ഇന്ന് 4ാമത്തെ ദിവസമാണ് പരാതി കൊടുത്തിട്ട്. ശരിയല്ലേ? പരാതി കൊടുത്തിട്ട് ഇന്നിപ്പോ ഇവിടെ വണ്ടി ഇറങ്ങിപ്പോയ ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് 4ാമത്തെ ദിവസമാണ്. ആ പരാതി പരസ്യമായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെ മുന്നിലേക്കുമാണ് ആ പരാതി ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ വായിച്ചത്. ആ പരാതിക്കകത്ത് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട്, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ PT വിനോദൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇതുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല. ഇന്നലെ എത്തിക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ കാത്തിരുന്നു എങ്കിലും അയാൾ ഇതുവരെ എത്തിച്ചിട്ടില്ല. അയാൾ എത്തിക്കാൻ വേണ്ടി ഇതുവരെ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടും എത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു എന്നാണ്. ഞങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളിലേക്ക് വരാം. ബാലുശ്ശേരി പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ നേരിട്ട് പോയി പരാതി കൊടുക്കുന്നു. PT വിനോദനാൽ ഇവിടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ 20 പവൻ കൊണ്ടുപോയിട്ട്, 20 പവൻ എന്നല്ല, ഇപ്പൊ കിട്ടാനുള്ളതാണ് 20 പവൻ. കിട്ടാനുള്ളത് 20 പവൻ. അദ്ദേഹം തന്നെ നേരത്തെ വിജീഷ് സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കൊണ്ടുപോയതിന്റെ 80% കിട്ടിക്കഴിഞ്ഞു അതന്നെ പറഞ്ഞത്. അപ്പൊ കൊണ്ടുപോയ മൊത്തം എത്രയാ? കൊണ്ടുപോയ മൊത്തം എത്രയാ? 100 പവൻ. ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ച് ബാക്കി അതിന്റെ ഭക്തമൂല്യമൊക്കെ നമ്മൾ മാറ്റിവെക്കാം. മാർക്കറ്റ് വെച്ച് 100 പവന്റെ വില എത്രയാ? 1 കോടി രൂപ. ആരെ പൈസയാ? ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങളുടെ പണം, അവന്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കപ്പെട്ട ഭക്തി, അവൻ പരദേവതയ്ക്ക് എന്തെങ്കിലും അത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് വർഷത്തിലൊരിക്കൽ നേരത്തെ ഞാൻ പറഞ്ഞ ഗുരുവായൂരിലെ ചന്ദ്രിക എന്ന് പറയുന്ന സഹോദരി കടന്നു വന്നതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കടന്നു വന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾ ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കുന്ന കാണിക്ക, ആ കാണിക്ക ഇട്ടുവെച്ച് അത് 100 പവനായി മാറിയപ്പോ ആ 100 പവനിൽ നിന്ന് 80 പവനും എടുത്തു കൊണ്ടുപോയി ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ. നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോ അതിൽ 80% തന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, ഏകദേശം 80%. ശരിയല്ലേ? അങ്ങനെ പറഞ്ഞത്. അതായത് ഈ ഭക്തർ ഇവിടെ കൊടുക്കുന്ന സ്വർണത്തിന് കൃത്യമായ കണക്കില്ല. ഏകദേശം 80% എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 75 ആകാം, 80 ആകാം, 85 ആകാം. പിടിക്കപ്പെട്ടത്
20%. ഞാൻ ഈ ബോഡി വെച്ച CPM-ന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ചോദിക്കട്ടെ, PT വിനോദനാണ് കള്ളനെന്ന് നിങ്ങൾ പറയുന്നു. PT വിനോദനാണ് കൊണ്ടുപോയത് എന്ന് ദേവസ്വം ബോർഡിന്റെ ഇവിടുത്തെ ഇന്നത്തെ ചാർജ് എടുത്ത എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു. മാത്രമുള്ളതല്ല, ആചാരങ്ങൾ ലംഘിക്കാൻ കൂടിയുള്ളതാണ്. ഇത് പറഞ്ഞത് ഞാനല്ല, ആരാ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്താ? കോൺഗ്രസിന്റെ സ്റ്റാൻഡ് ഓരോ അമ്പലത്തിൽ വ്യത്യസ്ത ആചാരങ്ങളാണ്, ഓരോ പള്ളിക്കകത്ത് വ്യത്യസ്ത ആചാരങ്ങളാണ്, ഓരോ ചർച്ചിനകത്ത് വ്യത്യസ്ത ആചാരങ്ങളാണ്. അതൊന്നും ശരിയാക്കുന്ന ഏർപ്പാട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഇപ്പോ ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാലുശ്ശേരി കോട്ടയ്ക്കകത്ത് ഞാൻ വളരെ പറയുന്നു, ബാലുശ്ശേരി കോട്ടയ്ക്കകത്തേക്ക് ഒരു നായ ഓടിക്കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പുണ്യാഹം തെളിച്ച് വൃത്തിയാക്കും, ശരിയല്ലേ? വൃത്തിയാക്കും. എന്നാൽ ഇതേ നായ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയാലോ അവിടെ പ്രസാദം കൊടുക്കും. അത് ആചാരമാണ്. അത് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ പോയത് കൊണ്ട് അത് ബാലുശ്ശേരി കോട്ടയിലോ ഗുരുവായൂരോ വരണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ പാട്ട് ബാലുശ്ശേരി കോട്ടയിൽ വന്ന് പാടിയാൽ അതെങ്ങനെയുണ്ടാകുന്നത്? കൊടുങ്ങല്ലൂരിന്റെ ആചാരമാണ്, അത് ബാലുശ്ശേരി കോട്ടയിൽ ആചാരമല്ല. അതുകൊണ്ടാണ് പിണറായി വിജയനോട് ഞങ്ങളെന്ന് പറഞ്ഞത്, ആചാരങ്ങളിൽ വ്യത്യസ്തതയുണ്ട്, ഓരോ അമ്പലത്തിലെ ആചാരങ്ങളിലും വ്യത്യസ്തതയുണ്ട്. കൊട്ടിയൂരിൽ നിന്ന് പോയാൽ അവിടെ അമ്പലമോ അതിന് ചുറ്റുപാടുമോ കാണില്ല. എന്നാൽ 40 ദിവസം കൊട്ടിയൂര് അവിടെ താൽക്കാലികമായി ഉണ്ടാക്കിയ അവിടെയുള്ള നടപ്പാതകളും വഴിപ്പാതകളും ഒക്കെ അവിടെയുണ്ട്. ഒരു കൊല്ലത്തിൽ 40 ദിവസം അവിടെ ആചാരം അവിടെയുള്ളൂ, ബാക്കി എല്ലാ ദിവസവും അവിടെയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ശരിയല്ലേ? കൊട്ടിയൂരിലെ ആചാരം ഒക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ ആചാരത്തെ മാറ്റിമറിക്കാനുള്ള അധികാരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ? ഇല്ല. ആചാരം തീരുമാനിക്കേണ്ടത് തന്ത്രികളാ. എന്നാൽ കാലക്രമേണ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എങ്ങനെയാ വന്നത്? നേരത്തെ നമുക്കറിയാം, അമ്പലത്തിനകത്ത് പാൻറിട്ട് പോകാൻ പാടില്ലായിരുന്നു. ഇടക്കാലത്ത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ മാറ്റം വന്നു. അവർ സാരിയിൽ നിന്ന് പവാടയിൽ നിന്ന് മാറി ചുരിദാർ എന്ന വസ്ത്രത്തിലേക്ക് മാറിയപ്പോ ഒരു ക്ലാഷ് വന്നു. പല അമ്പലങ്ങൾക്ക് മുന്നിലും ക്ലാഷ് വന്നു. പാൻറിട്ട് പോകാൻ പാടില്ല. എന്നാൽ കാലക്രമേണ അവർ തന്ത്രിമാരൊക്കെ ഒരുമിച്ചിരുന്ന് കാലത്തിനനുസരിച്ചുള്ള മാറ്റം, ചുരിദാർ ധരിച്ചും പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു, ശരിയല്ലേ? പോകാം എന്ന നിയമം പാസാക്കി. ആരാ പാസാക്കിയത്? മുഖ്യമന്ത്രിയാ? അത് ഹൈക്കോടതിയാണോ? അല്ല. സുപ്രീം കോടതിയാണോ? അല്ല. അത് കാലത്തിനനുസരിച്ച് വരുന്ന മാറ്റമാണ്. ഞാൻ ഹിന്ദുവിലേക്ക് മാത്രം പോകുന്നില്ല. ഇസ്ലാം മത വിശ്വാസികൾ ഖുർആനാണ് നമ്മുടെ പ്രമാണ ഗ്രന്ഥം. ഖുർആൻ വിശ്വസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികൾക്കെല്ലാം ഒറ്റ ആചാരമാണോ? അല്ല. വെള്ളിയാഴ്ച ബാലുശ്ശേരിയിലെ പ്രധാനപ്പെട്ട പള്ളിക്കകത്ത് മുസ്ലിം സ്ത്രീകൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്, ശരിയല്ലേ? വരുന്നുണ്ട്. എന്നാൽ അറപ്പീടിയ പള്ളിയിൽ വരുന്നുണ്ടോ? ഇല്ല. വട്ടോളിപ്പള്ളിയിൽ കുത്തുബ, അതെ, വട്ടോളിപ്പള്ളിയിലെ കുത്തുബ മലയാളത്തിലാണ്. എന്നാൽ അറപ്പീടിയ പള്ളിയിലോ അറബിയിലാണ്. അറപ്പീടിയും തമ്മിൽ 8 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ വട്ടോളിപ്പള്ളിക്കകത്ത് സ്ത്രീകൾക്ക് വരാം, അറപ്പീടിക പള്ളിക്കകത്ത് സ്ത്രീകൾക്ക് വരാൻ പാടില്ല. ഒന്ന് സുന്നി മത വിശ്വാസികളാണ്, 2 മുജാഹിദ് വിശ്വാസികളാണ്. അപ്പുറത്തെ പള്ളി ജമായത്താണ്, അവർക്കും പോകാം. നാളെ ഒരു ഭരണാധികാരി വിചാരിക്കുക വട്ടോളിപ്പള്ളിയിൽ വരാം, അങ്ങനെയാണെങ്കിൽ അറപ്പീടിയ പള്ളിയിലേക്കും വരാം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതാണ് ആര് നടപ്പിലാക്കാൻ ശ്രമിച്ചത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഹിന്ദുക്കളെയും മുസൽമാനെയും പറഞ്ഞു നിർത്തുന്നില്ല. ക്രിസ്ത്യാനികളോ കോഴിക്കോട് ജില്ലയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊന്നാണ് കോടഞ്ചേരി അങ്ങാടിയിൽ 2 പള്ളികളുണ്ട്. ഒന്ന് RC റോമൻ കത്തോലിക്കിന്റെ പള്ളിയാണ്. തൊട്ടപ്പുറത്ത് യാക്കോബിക്സിന്റെ പള്ളിയുണ്ട്, ഓർത്തഡോക്സ് യാക്കോബിക്സിന്റെ പള്ളിയുണ്ട്. ഞാൻ ആ പള്ളിയിൽ പോയിട്ടുണ്ട്. പള്ളി അച്ഛനെ സുഹൃത്തായിരുന്നു, സംസാരിച്ചു. RC പള്ളിയിലെ ഫാദർ കുര്യാക്കോസ് സൈക്കുളമ്പിൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ കന്യാസ്ത്രീകളുണ്ട്, പള്ളിയിൽ അച്ഛന്മാരുണ്ട്. അവരുടെ നിയമപ്രകാരം അവർക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. തൊട്ടപ്പുറത്തെ പള്ളി യാക്കോബിക്സിന്റെ പള്ളി. ആ പള്ളിയിൽ പോയപ്പോൾ അച്ഛനെ പരിചയപ്പെടുത്തി അച്ഛന്റെ ഭാര്യയെ, കുട്ടികളെ. ബൈബിൾ പ്രമാണ ഗ്രന്ഥമായ ബൈബിളിൽ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗത്തിനകത്തുള്ള 2 ശ്രേണിയിൽപ്പെട്ടവർക്ക് 2 ആചാരമാണുള്ളത്. യാക്കോബിക്സിന്റെ ആചാരം എല്ലാവർക്കുള്ളത്, ആർസിക്കുള്ളത്. നാളെ ഒരു ഭരണാധികാരി വന്ന് അങ്ങനെ നിങ്ങളെ നോക്കണ്ട, എല്ലാ അച്ഛന്മാരെയും ഞാൻ കല്യാണം കഴിപ്പിക്കും എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും? അതാണ് കേരളത്തിലെ വിശ്വാസികളുടെ പ്രശ്നം. അതുകൊണ്ടാണ് മിസ്റ്റർ പിണറായി വിജയൻ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾ പൊതുസമൂഹത്തോട് പറയുക. 6 കൊല്ലം അത് നീണ്ടു നിന്നു. 6 കൊല്ലം സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചു. 2 പേരെ കയറ്റി അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇട്ട് ആഘോഷിച്ചു. അന്ന് മുതൽ ശബരിമലയ്ക്കകത്തേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കുറഞ്ഞു.
ശബരിമലക്കകത്തേക്ക് വരുന്ന ഭക്തരുടെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ ദിവസം MK രാഘവട്ടം പറഞ്ഞത്, അദ്ദേഹം ഒരു മാധ്യമങ്ങൾക്ക് അഭിമുഖത്തിൽ പറഞ്ഞത്, ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറി ആയപ്പോ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കണ്ടത് പയ്യന്നൂരിലെ പ്രസിദ്ധനായ ജ്യോത്സ്യൻ മാധവ പണിക്കർ എന്നാ തോന്നുന്നത്, പണിക്കരുടെ വീട്ടിൽ വെച്ചിട്ടാണ്, മാധവ പൊതുവാളുടെ വീട്ടിൽ വെച്ചിട്ടാ. കോൺഗ്രസ് പോകും, കാരണം അതിൽ ഭക്തരുണ്ട്, ഭക്തരല്ലാത്തവരുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്. പക്ഷെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം, ശ്രദ്ധിച്ചിട്ട് അങ്ങനെ തന്നെയല്ലേ ഇതിന്റെ പേര്, വൈരുദ്ധ്യാത്മക ഭൗതികവാദം, അത് പറയുന്നവർ എവിടെ പോവാറില്ല. പണ്ടൊക്കെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് പുരയിൽ ഗണപതി ഹോമം കഴിക്കണമെങ്കിൽ പുലർച്ചെ 2 മണിക്ക് ആരും കാണാതെ കഴിച്ച കാലമുണ്ട് ഈ നാട്ടിൽ. ഭാര്യ വിശ്വാസി, ഭർത്താവ് കോമ്രേഡ്, വിശ്വാസിയായ ഭാര്യയും കോമ്രേഡായ ഭർത്താവും വരുന്ന സമയത്ത് ഭാര്യ 2 മണിക്ക് ആരും അറിയാതെ ഗണപതി ഹോമം കഴിച്ച് അതിന്റെ പ്രസാദം കൊടുത്ത ചരിത്രമുണ്ട് ഈ നാട്ടിലൊക്കെ. അതിനെ ആക്ഷേപിക്കുന്നോ അപമാനിക്കുന്നോ ഇല്ല. അതൊക്കെ സംഭവിച്ച നാടാണ് ഈ നാട്. പക്ഷെ കോവിന്ദ മാഷ് മാധവ പൊതുവാളിന്റെ വീട്ടിൽ പോയി കബഡി നിരത്തി എന്ന് കോഴിക്കോടിന്റെ MP MK രാഘവൻ പറഞ്ഞു. നിഷേധിച്ചു കാലം വരെ, ഞാൻ തെറ്റല്ല പറയുന്നത്. പക്ഷെ മാധവ പൊതുവാൾ പറഞ്ഞത്രയുണ്ട്, ഒന്ന് ശബരിമല പ്രശ്നം തീർത്താൽ മാത്രമേ നിങ്ങളെ ഈ ശാപം മാറൂ. അതിനെന്ത് ചെയ്യണം? വിശ്വാസികളെ വിളിച്ച് സംഗമം നടത്തണം. അങ്ങനെ നടത്തിയ സംഗമമാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ മാസം 20-ാം തീയതി പമ്പയിൽ വെച്ച് നടന്നത്. അന്നാണ് ഇതുവരെ കാറൽ മാർക്സിനെ പറ്റി, ഏംഗൽസിനെ പറ്റി, ലെനിനെ പറ്റി മാത്രം പറഞ്ഞ, നേരത്തെ പറഞ്ഞ കടിച്ചൽപ്പെട്ടാത്ത വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ പറ്റി മാത്രം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ചാനലുകളിലൂടെ വരുന്നു. അദ്ദേഹം ഭഗവത്ഗീതയിലൂടെ, ഭാഗവതത്തിലൂടെ, മഹാഭാരതത്തിലൂടെ, രാമായണത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. എനിക്ക് പോലും സത്യമായിട്ട് വിജയേട്ട മനസ്സിലായിട്ടില്ല മൂപ്പരെന്താ പറഞ്ഞത്. ശരിയല്ലേ? ആ ഭക്തി, ഭഗവത്ഗീത നമുക്ക് തിരിയാത്ത, നമുക്ക് മനസ്സിലാവാത്ത ഒന്നുപോലെയാണ് നമുക്കന്ന് ഫീൽ ചെയ്തത്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ഞാൻ ദൈവവിശ്വാസി അല്ലെങ്കിലും എന്റെ RC വല്ലാത്തൊരു സംഭവമാണ് ദൈവം. അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മുൻ കോൺഗ്രസുകാരനായ, അടുത്ത ദിവസം നാട്ടിൽ വരുന്ന ബോർഡ് നിങ്ങളൊക്കെ കണ്ടോ? നാട്ടിൽ വരുന്ന ഒരു ബോർഡാണെന്ത് വരാൻ പോകുന്ന ബോർഡ് എന്താ വരിക? മുൻ കോൺഗ്രസുകാരനായ VK പ്രശാന്ത് അധ്യക്ഷനായ കാലത്ത് ശബരിമലയിൽ കട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കല്ല? പണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിനകത്ത് നിരന്തരം കയറിയിറങ്ങിയ കോൺഗ്രസിന്റെ നെടുമങ്ങോട്ട് സ്ഥാനാർത്ഥിയായ, യുവജനക്ഷേമ ബോർഡിന്റെ പഴയ ചെയർമാനായ, യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റായ, KPCC സെക്രട്ടറി ആയിരുന്ന PS പ്രശാന്ത് കട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്കല്ല? CPM ബോർഡാണ് തന്നെ വെച്ചോ. അതിനടുത്ത ബോർഡ് വെക്കാൻ പോകുന്ന ബോർഡാണ് അത്. PS പ്രശാന്ത് കോൺഗ്രസ്സുകാരായിരുന്നു, യാതൊരു സംശയമില്ല. നല്ല നേരും വരെയുള്ള കോൺഗ്രസ് ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെയായിരുന്നു സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചത് കോൺഗ്രസിലുള്ള കാലത്ത്. പക്ഷെ മൂപ്പര് അപ്പുറത്തെത്തിയപ്പോൾ വിളിച്ചത് എങ്ങനെയാ? ഇൻക്ലാബ് അയ്യപ്പ. ശരിയല്ലേ? കേട്ടില്ലേ നിങ്ങള്? എന്താ ആ മാറ്റം, പരിണാമം, ജനിതക മാറ്റം സംഭവിച്ച പ്രശാന്തൻ വിളിച്ച മുദ്രാവാക്യം വേറെ ആരും കേട്ടില്ലെങ്കിലും ആര് കേട്ടു? ശബരിമലയിലെ അയ്യപ്പൻ കേട്ടു. 14 ദിവസം എടുക്കുമ്പോഴേക്കും മൂപ്പരെ ഏകദേശം കസേര ഇളകി തുടങ്ങി. ഇപ്പൊ ദിവസേന വന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്, ദ്വാരപാലകന്റേത് അല്ല, ദ്വാരപാലകന്റെ പ്രശ്നം ഒന്ന് തീർന്നു വരുമ്പോഴേക്കും പറയും കട്ടിളയിലെ സ്വർണം, അത് കഴിഞ്ഞു വരുമ്പോഴേക്കും ദണ്ടിലെ സ്വർണം. ഇന്ന് വന്നത് എന്താ? മാളികപ്പുറത്തെ പടിയിലെ സ്വർണമാണ് വന്നിരിക്കുന്നത്. ദിവസവും പത്രക്കാരനോ, ഞാൻ എന്നെ കഴിഞ്ഞ അഭിലാഷ് മാധവൻ ന്യൂസിൽ വിളിച്ച ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതൊന്നും നിർത്തിക്കൂടെ? നിർത്താൻ പറ്റുന്നില്ല. ഓരോ ദിവസവും പുതിയതാ വരുന്നത്. എന്താ പറയുന്നത്? എന്താ ചെയ്യാ? ആരാകട്ടത്? ഉമ്മൻചാണ്ടി. ശരിയല്ലേ? അടുത്ത് വരെ ആരാകട്ടത്? ഞാൻ ഒരു ദിവസം ചർച്ചയ്ക്ക് പോയ സമയത്ത് കൈരളി ചാനലിൽ അവതാരകൻ പറയാണത്, നിങ്ങൾ VS ശിവകുമാറിന്റെ കാലത്തേക്ക് പോകണം. VS ശിവകുമാർ മന്ത്രിയായി 10 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മൂപ്പര് പറയാണത് VS ശിവകുമാറിന്റെ കാലത്തേക്ക് പോകണം. ആയിക്കോട്ടെ, പക്ഷേ G സുധാകരൻ എന്ന കോമ്രേഡ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? G സുധാകരൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ ഒരു ഡിവൈഎഫ്ഐക്കാരൻ എന്റെ അടിയിലിട്ടു, ഞങ്ങൾ ഒഴിവാക്കിയ സാധനമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ എന്നാണ് വിച്ചു എന്ന് പറയുന്ന ഒരു CPM സൈബർ കോമ്രേഡ് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടത്. എടുക്കാൻ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു. വാക്ക് എനിക്ക് ഓർമ്മയില്ല, സജഷൻ ഓർമ്മയുണ്ടാവും ആ വാക്ക് എന്താണ് എന്ന്. G സുധാകരൻ എടുക്കാൻ ചരക്കായി. G സുധാകരൻ പറഞ്ഞ് കേരളത്തിൽ എല്ലാം നമ്പർ 1 ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിൽ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടുപോയതിലും എന്താണ്? നമ്പർ 1 ആണ്. പടച്ചോനെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശബരിമലയിൽ ആന്ധ്രക്കാരൻ, തമിഴ്നാട്ടുകാരൻ, തെലുങ്കാനക്കാരൻ, കർണാടകക്കാരൻ, മഹാരാഷ്ട്രക്കാരൻ, ഗോവക്കാരൻ, കേരളക്കാരൻ 10-41 ദിവസം
എല്ലാം ഉപേക്ഷിച്ച് വ്രതമെടുത്ത് കാല് ചെരുപ്പിടാതെ നടന്ന്, ഇപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പോയപ്പോ നടന്നു പോവുക, അയ്യപ്പന്മാര് കണ്ണൂരിൽ നിന്ന് കാസർകോട്ട് നിന്ന് നടന്നു പോവുക. നിങ്ങൾക്കറിയാം, വൃശ്ചിക മാസം എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്കൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുന്ന ഏറ്റവും വലിയ കാഴ്ച നിരനിരയായി അയ്യപ്പന്മാർ നടന്നു പോവുക. 10, 20, 30 ദിവസമെടുക്കും ഒരു അയ്യപ്പൻ നടന്നിട്ട് എവിടെയെത്താൻ, ശബരിമലയിലെത്താൻ. അങ്ങനെ നടന്നു പോകുന്ന അയ്യപ്പന്മാർ അവരവരെ ആന്ധ്രക്കാരൊക്കെ പറയുന്നത് കേട്ടാൽ അവരവരുടെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം മാറ്റിവെക്കുകയാണ് ശബരിമലയിലേക്ക് വേണ്ടി. അവർക്ക് ഒരു വർഷം കിട്ടുന്ന വരുമാനത്തിന്റെ, നമുക്കറിയാം ഇസ്ലാം വിശ്വാസികൾ സക്കാത്ത് കൊടുക്കുന്നത് പോലെ ഒരു വരുമാനത്തിന്റെ ഭാഗം മാറ്റിവെക്കുന്നത് പോലെ അവൻ കൊണ്ട് കൊടുക്കുന്നത് ശബരിമലക്കകത്താണ്. ഒരു വ്യവസായി 30 കിലോ സ്വർണം കൊടുത്തു, ശരിയല്ലേ? 30 കിലോ. 2019 അത് ഇടയ്ക്കിടയ്ക്ക് സ്വർണം പൂശണത്രേ. ചരിത്രം എങ്ങനെയാ സ്വർണം ഒരു ലോഹമായി മാറുന്നത്? എന്റെ വെള്ളിക്കില്ലാത്ത ചെമ്പിലില്ലാത്ത പ്രത്യേകത സ്വർണത്തിന്. സ്വർണം അങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് ഓക്സിജനുമായ, നൈട്രജനുമായ, സൾഫറുമായ ചേർന്ന് അതൊന്നും സംഭവിക്കില്ല എന്ന് ശാസ്ത്രീയമായി വിധിയെഴുതിയ സാധനത്തിന്റെ പേരാണെന്ന് സ്വർണം. അതുകൊണ്ടാണ് ആളുകൾ 1 ലക്ഷം കൊടുത്ത് സ്വർണം വാങ്ങി വെക്കുന്നത്. ഇന്ന് വാങ്ങിവെച്ച് 10 കൊല്ലം കഴിഞ്ഞാൽ ആ ഒരു പവനായി തന്നെ നിൽക്കും. അതാണ് സ്വർണം. പക്ഷേ ഈ സർക്കാർ 2016 വന്നതിന് ശേഷമുള്ള സ്വർണം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? മെയിന്റനൻസ് നടത്തണം. ഈ കള്ളന്മാരൊക്കെ ഇതിനകത്ത് വരുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞത് ശബരിമലയ്ക്കകത്ത് എന്ത് ചെയ്യണമെങ്കിലും ഹൈക്കോടതിയോട് ചോദിക്കണം. നേരത്തെ പറഞ്ഞതാ, ഒന്നുകൂടി പറഞ്ഞു. ശബരിമലയ്ക്കകത്ത് അവിടെയുള്ള സാധനങ്ങൾ സന്നിധാനം വിട്ടു കൊണ്ടുപോകാൻ പാടില്ല, നിയമമാണ്. പക്ഷെ ഇത് ഊരിക്കൊണ്ടുപോയി എങ്ങോട്ടാ കൊണ്ടുപോയത്? ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോകുന്ന സമയത്ത് ഉദ്യോഗസ്ഥന്മാർ രേഖപ്പെടുത്തി കൊടുക്കണം. രേഖപ്പെടുത്തി കൊടുത്തു. അതെന്താണ്? 2019 രേഖപ്പെടുത്തി കൊടുത്തത് എന്താ? കൊണ്ടുപോയ പാളിയ ദ്വാരപാലക ശില്പം 2013 ഡിസംബർ മാസം മാതൃഭൂമി പത്രത്തിലുണ്ടായിരുന്നു. 13 സ്വർണമുണ്ട്, 19 അതെന്തായി? ചെമ്പായി. ചെമ്പട, ഇത് ചെമ്പാട. ആരാ ചെമ്പടയാക്കിയത്? ഞങ്ങൾ ചോദ്യം അതാ. ബാലുശ്ശേരിക്കോട്ടയിൽ അതൊക്കെ വലിയ മീനിനെ പിടിച്ചപ്പോൾ നെത്തോലി മാത്രമാണ് എന്ന് ഞങ്ങൾക്കറിയാം, ശരിയല്ലേ? സ്രാവിനെ പിടിച്ചപ്പോൾ, തെരണ്ടിയെ പിടിച്ചപ്പോൾ പിടിച്ച നെത്തല മാത്രമാണ് സംശയമില്ല. പക്ഷേ ആ നെത്തലയെയും പിടിച്ചിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പുറകോട്ട് പോകും. അല്ലാതെ ഇവിടെ വന്ന് സമരം നടത്തി അങ്ങ് പോവാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസുകാരനല്ലേ വിനോദൻ? ഞങ്ങൾക്ക് സന്തോഷമാണ്. കോൺഗ്രസുകാരനായ വിനോദൻ ജയിലിൽ കിടക്കുമ്പോ ഒപ്പം കുറച്ചാളുകൾ കൂടി ഉണ്ടാകുമെന്ന സന്തോഷം. നേരത്തെ പറഞ്ഞ അമ്പലം വിഴുങ്ങികളായ പലരും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട്, യാതൊരു സംശയവും വേണ്ട. ഇനി ഏതൊക്കെ അമ്പലം വിഴുങ്ങി എന്ന് മാത്രമേ പറച്ചോനെ ചിറക്കേക്കാവൊന്നും വിഴുങ്ങി പോകരുത് എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്ര സംരക്ഷണ സമിതിയും ഒക്കെ ഭരിക്കുന്ന അമ്പലങ്ങളുണ്ട് ഇവിടെയൊക്കെ. അതുകൊണ്ട് അതൊന്നും വിഴുങ്ങി പോകരുത് എന്ന പ്രാർത്ഥന വരാൻ പോകുന്ന ദിവസങ്ങളിൽ അതൊക്കെ പുറത്തേക്ക് വരട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ മാധവ പൊതുവാൾ പറഞ്ഞ പ്രകാരം ശബരിമലയിൽ ഒരു വിശ്വാസ സംഗമം നടത്തി കഴിഞ്ഞാൽ എല്ലാം ആവുമെന്ന് അദ്ദേഹം വിശ്വസിപ്പിച്ചിരുന്നു. അത് ശരിയുമായിരുന്നു. പക്ഷെ അയ്യപ്പൻ കണ്ടു ആ ശബരിമലയിലെ പമ്പയിൽ ഒത്തുകൂടി എത്ര കോടി? 7 കോടി 8 കോടി രൂപ പൊടിച്ചിട്ടാണ് ഭക്ഷണം. എങ്ങനെ ഉണ്ടായിരുന്നു? പരിപാടി ഗംഭീരമായിരുന്നു. പിണറായി വിജയന്റെ പ്രസംഗം കഴിയുമ്പോ ആളുകൾ ഇങ്ങനെ ഇറങ്ങിപ്പോവുക. ആളുകള് ഇവിടുന്നൊക്കെ പോയ ആളുകൾ ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. ബാലുശ്ശേരിയിൽ പോയ ആളുകളുണ്ട്, വ്യക്തിപരമായി പരിചയമുള്ള ആളുകളുണ്ട്. എവിടെയായിരുന്നു? ഞാനിങ്ങനെ വിശ്വാസ സംഗമത്തിന് പോവുക. പിന്നെ ഒന്ന് മൂന്നാറിൽ കൂടി പോകണം. എവിടെയാ? മൂന്നാറിൽ കൂടി പോകണം. തൊട്ടടുത്താണ്. മൂന്നാറിൽ കൂടി പോകണം സലാംക്ക, അങ്ങനെയാണ് പറയുന്നത്. അപ്പോ അങ്ങനെ പോയ ആളുകളുണ്ട്. പക്ഷെ അവർക്ക് മൂന്നാറിലേക്കുള്ള ബസ് പെട്ടെന്ന് പുറപ്പെട്ടത് കൊണ്ട് അവരൊക്കെ പോയി. പിന്നെ ആകെ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് അതിനകത്തേക്ക് കയറ്റി. അപ്പൊ പത്രക്കാർ ചോദിച്ചു, ബിന്ദു അമ്മണി വരുമോ? അപ്പൊ പറഞ്ഞില്ല. അതൊരു കഴിഞ്ഞ അധ്യായമാണ്. അത് കഴിഞ്ഞ അധ്യായമാണ്. എന്റെ പ്രിയപ്പെട്ട വാസവ, നിങ്ങൾ കഴിഞ്ഞ അധ്യായത്തെ ഞങ്ങൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ രാജ്യത്തെ അമ്പലങ്ങളിൽ നിന്ന് കട്ടുകൊണ്ടുപോയ കോടിക്കണക്കിന് രൂപ വരുന്ന വിശ്വാസികളുടെ മൂല്യമുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് പുറത്തു വരുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്
വിശ്വാസത്തിന് വിശ്രമമില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് കോട്ടയാണെങ്കിലും ശരി, ചിറക്കലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി. ഞാൻ ചിറക്കൽ എന്ന് പറഞ്ഞത് ചിറക്കലുണ്ട് എന്ന നിലയ്ക്കല്ല പറഞ്ഞത്, ഏത് അമ്പലമാണെങ്കിലും ശരി എന്ന് മാത്രമാണ് പറഞ്ഞത്. മലബാർ ദേവസ്വം ബോർഡ് തകരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം അത് പോയാൽ ഇത് മാത്രമല്ലേ എന്ന്, അങ്ങനെയല്ലേ വിജീഷേ, അത് പോയാൽ ഇത് മാത്രമാണ് എന്ന് സംശയമില്ലല്ലോ, അത് തന്നെയാണ് അങ്ങനെ വിശ്വസിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഈ കള്ളന്മാരെ മുഴുവൻ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം. ആഗോള അയ്യപ്പ സംഗമം എന്ന ബോർഡ് വെച്ച് അവിടെ നടത്തി കുറച്ച് ആളുകളെ വിളിച്ച് 3 കോടി രൂപ ദേവസ്വം ബോർഡിന് എടുത്തു കൊടുത്ത് കുറെ സദ്യ കൊടുത്ത് പിരിഞ്ഞാൽ അത് അയ്യപ്പനോടുള്ള കടമയാവില്ല. ഇനി അതിന് പകരം എന്താ, അതുകൂടി നമ്മൾ പറയണം. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തി പൊളിഞ്ഞു പാളീസായപ്പോ തൊണ്ടലത്ത് വേറെയുണ്ട്. ചില ആളുകളെ കാഷായ വസ്ത്രം ധരിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്വാമി എന്താ ശബരിമലയിൽ നിങ്ങളും ഞാനിപ്പോ കാണുന്ന, ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇസ്മായിൽക്കാനോട് പറഞ്ഞത് ഞാൻ വാവരുടെ പ്രതിനിധിയാണ്. ശരിയല്ല ഇസ്മായിൽക്ക? മുസ്ലിം പറഞ്ഞപ്പോ പറഞ്ഞു, സലാൽക്ക പറഞ്ഞപ്പോ, അസീസ്ക പറഞ്ഞപ്പോ പറഞ്ഞു ഞങ്ങൾ വാവരുടെ പ്രതിനിധി. അത് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് മനസ്സിലുള്ള ഒന്നാണ് അയ്യപ്പനും വാവരും. എത്ര കാലത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആലേഖനം ചെയ്ത 2 വാക്കുകളാണ് അയ്യപ്പനും വാവരും. അയ്യപ്പനും വാവരും അതൊരു മതേതരത്വത്തിന്റെ പ്രതീകം. മറ്റുക്കൽ പള്ളിയിൽ പോയിട്ട് കാണിക്കയിട്ട് പോകുന്നു, ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട്. അപ്പോഴാണ് ഒരു ചങ്ങാതി കാഷായ വസ്ത്രം ധരിച്ച് പന്തളത്ത് വന്ന് പറഞ്ഞത്, എന്താ പറഞ്ഞത്, വാവര് വർഗീയവാദിയാണ്. എങ്ങനെ പറഞ്ഞത്? വാവര് വർഗീയവാദിയാണ് എന്നൊരു സ്വാമിയെ കൊണ്ട് പ്രസംഗിപ്പിക്കുക. അതേപോലെ ഇത് ഹിന്ദുക്കളുടെ അമ്പലമാണ്, ഹിന്ദുക്കളുടെ അമ്പലമാണ്. അല്ല, ശബരിമലക്കകത്ത് ഇരുമുടിക്കെട്ടുമായി വിശ്വാസമുള്ള പക്ഷേ ഏതൊരാൾക്കും പോകാം എന്നാണ് അത് വിശ്വാസം. ഏതൊരാൾക്കും കടന്നു പോകാം. അതുകൊണ്ട് ഇരുമുടിക്കെട്ടുമായി കടന്നു പോകാൻ സാധിക്കുന്ന ഏതൊരാൾക്കും അവിടേക്ക് കടന്നു പോകാൻ കഴിയും. ഏതായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഒരു നിമിത്തം എന്നതുപോലെ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടി അതിൽ മാമോദീസ കമ്മ്യൂണിസ്റ്റ് പാത്രത്തിനകത്ത് മാമോദീസ മുഖ്യ പ്രശാന്ത് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയാണ് ഇതിനൊക്കെ കാരണക്കാരനായത്, നിമിത്തമായത്. കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയ്ക്ക് കാരണക്കാരനായത് എന്ന സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബാലുശ്ശേരി കോട്ടയിലെ സാധാരണക്കാരായ അയ്യപ്പ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി 2020 ശേഷം ഓഡിറ്റ് നടന്നിട്ടില്ല ബാലുശ്ശേരി കോട്ടയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സർക്കാർ സംവിധാനത്തിനകത്ത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളുകൾ, ആ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ആളുകൾക്ക് അവിടെ ഓഡിറ്റ് നടത്താം എന്ന് മാത്രമല്ല, ഓരോ സമയത്തും വന്ന് ഇവിടെ കിട്ടിയ കാണിക്കയുടെ കണക്കെടുത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെക്കണം. RCRന്റെ പേരെന്താ, ഉദ്യോഗസ്ഥന്റെ പേര്? വെരിഫിക്കേഷൻ ഓഫീസർമാർ. മലബാർ ദേവസ്വം ബോർഡിന്റെ വെരിഫിക്കേഷൻ ഓഫീസർമാർ കൃത്യമായ ഇടവേളകളിൽ വന്ന് രജിസ്റ്ററിൽ ചേർത്തിയ ഓരോ കാണിക്കയുടെയും ഓരോ വസ്തുവകകളെയും കണക്കാക്കി ഇവിടെ രേഖപ്പെടുത്തി വെച്ച് പോകണം. അത് ഓരോ വർഷവും ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കണം. ബാലുശ്ശേരി കോട്ടയ്ക്കകത്തേക്ക് 4 കൊല്ലമായി ഓഡിറ്റില്ല. അതിന് ഉത്തരവാദി RCC ആണോ? അതിന് ഉത്തരവാദി ഇടവന ബോർഡുമാണോ? അതിന് ഉത്തരവാദി ക്ലാസിക് ബാബുവേട്ടനാണോ? ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകളോട് ചോദിക്കാനുള്ളതാണ്. അതിന്റെ ഉത്തരവാദി മലബാർ ദേവസ്വം ബോർഡാണ്. ഞങ്ങൾ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ പറയാതിരിക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു, ഞങ്ങൾ ശമ്പളം തന്നേൽപ്പിച്ചു, ഞങ്ങളുടെ കയ്യിലെ നികുതി പണം തന്നേൽപ്പിച്ചു. നിങ്ങൾ ഇന്നോവക്കാരിൽ സഞ്ചരിക്കുന്നു. നിങ്ങൾക്ക് ഓരോ യാത്രയ്ക്കും വരവിനും DA ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു തന്നത് ഇവിടുത്തെ കണക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കള്ളന്മാർ വരാൻ സാധ്യതയുണ്ട്, വിനോദന്മാരും ശശികുമാരന്മാരും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു തന്നത്. അത് നോക്കാതിരുന്നത് ദേവസ്വം ബോർഡാണ്. ആ ഉത്തരവാദിത്വം നിങ്ങൾ എടുക്കണം. ദേവസ്വം ബോർഡിനെ നയിക്കുന്നതാരാ? ആരാ ദേവസ്വം ബോർഡ് നിശ്ചയിച്ചത്? ഈ ബോർഡ് വെച്ച CPI-ക്കാരോട് ഞങ്ങൾ ലളിതമായി ചോദിക്കുക. ആരാ മലബാർ ദേവസ്വം ബോർഡിനെ, ശശികുമാർ പേരമ്പ്ര മെമ്പറായ മലബാർ ദേവസ്വം ബോർഡിനെ ആരാ പ്രതിഷ്ഠിച്ചത്? ആരാ അത്? പിണറായി വിജയനാണ്. കേരളത്തിലെ മന്ത്രിസഭയാണ്. ഇങ്ങനെ കഴിവില്ലാത്തവരെ, കക്കുന്നവരെ കുടപിടിക്കുന്നവരെ, കക്കാൻ പ്രേരണയുള്ളവരെ, കക്കലിന്റെ ചരിത്രമുള്ളവരെ മലബാർ ദേവസ്വം ബോർഡിനകത്ത് സൃഷ്ടിച്ചത് പിണറായി വിജയനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആർക്കു നേരെയും ചൂണ്ടും. ഞങ്ങൾ
സർക്കാരിന് ദൈവം ചൂണ്ടും. പഴയൊരു കമ്മ്യൂണിസ്റ്റ് പഴമൊഴിയുണ്ട്, ചന്ദ്രനിലേക്ക് ചൂണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ചന്ദ്രനെയാണ്, ആരെയല്ല, കൈയിലേക്കല്ല. അതുകൊണ്ട് ചൂണ്ടിയ കൈ അത് വിനോദന്റെ കൈയാണ്, സംശയം വേണ്ട. പക്ഷേ ചന്ദ്രൻ അവിടെയുണ്ട്. അത് കേവലം കോട്ടയിൽ ഒതുങ്ങുന്നതല്ല, കേരളത്തിലുടനീളമുള്ള അമ്പലങ്ങൾക്കകത്തു നിന്നും കട്ടുകൊണ്ടുപോകുന്ന, മോഷണം പതിവാക്കിയ, മോഷണം ചരിത്രമാക്കിയ, മോഷണം തൊഴിലാക്കിയ ഒരു കൂട്ടർ ഇവിടെയുണ്ട്. അവരെ ജയിലടയ്ക്കുന്നത് വരെയുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സിജുവാസിക്കും സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഈ സമരം ഔപചാരികമായി തുടക്കം കുറിക്കുന്നു, അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്. നേതാവും നാഷണൽ ജനതാദളിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ചന്ദ്രൻ പൂക്കണാർത്തിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നമ്മളെല്ലാം വളരെ ബഹുമാന പുരസ്സരം കാണുന്ന, ആരാധിക്കുന്ന ഒരു മൂർത്തിയുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരം ബഹുമാന്യനായ സിജുവിൻ്റെ നേതൃത്വത്തിൽ നടത്താൻ ഉണ്ടായ കാരണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. സ്വർണത്തിന് ഇപ്പോൾ 1,00,000 അടുത്തെത്താണ്. ഈ 1,00,000 അടുത്തെത്തുമ്പോൾ പല സ്വർണവും ചെമ്പായി മാറുന്ന സ്ഥിതിയിലേക്ക് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ അധപ്പതിച്ചു പോകുമ്പോൾ അതിനെതിരെ ഇത്തരത്തിലുള്ള ഉപവാസ സമരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഭക്തരുടെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന UDF-ന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ നടത്തുന്ന ഈ ഉപവാസ സമരത്തിന് നാഷണൽ ജനതാദൾ സംസ്ഥാന കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ എൻ്റെ സ്വന്തം പേരിലും ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി കർഷക കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് ശ്രീ സുജിത് കട്ടോട് ഈ ഉപവാസ സമരത്തെ അഭിസംബോധന സംസാരിക്കും. അദ്ദേഹത്തെ ആദരവും ക്ഷണിച്ചോളൂ. ബഹുമാന്യനായ അധ്യക്ഷൻ, നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ സിജുവാസി, പ്രിയ ഭക്തജനങ്ങളെയും നാട്ടുകാരും, ബാലുശ്ശേരിക്കോട്ട വേട്ടക്കുറമകൻ ക്ഷേത്രം കുറുമ്പ്രനാട് രാജവംശ കാലത്ത് തന്നെ ചരിത്രങ്ങളിൽ ഇടം നേടിയ ഒരു ദേവസ്ഥാനമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദേശിക ആക്രമണങ്ങൾ ഉണ്ടായ കാലത്ത് തന്നെ ഈ നാട്ടിലെയും പരിസരത്തെയും ജനങ്ങൾ എല്ലാം വിട്ടുപേക്ഷിച്ച് വൈദേശിക ആക്രമണത്തെ ചെറുത്തു നിൽക്കാനും ഈ ദേവസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ ചൈതന്യം ഇവിടെ നിറഞ്ഞു തുളുമ്പുമ്പോഴും ഈ ദേവസ്ഥാനത്ത് നിന്ന് ഒരു തരി സ്വർണം പോയിട്ടുണ്ടെങ്കിൽ, ഒരു ചില്ലറ നാണയത്തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം തന്നെ ഇവിടെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഭക്തജനങ്ങൾക്കുള്ള വിശ്വാസം. എന്നാൽ ഇന്ന് ഭരിക്കുന്ന സർക്കാർ ശബരിമലയിൽ വിശ്വാസ സംഗമം എന്ന പേരിൽ വലിയ വലിയ മുതലാളിമാരെ ആകർഷിച്ചു കൊണ്ടുവന്ന് അവരുടെ പണം മുടക്കുന്ന ഒരു കച്ചവട കേന്ദ്രമാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, അവിശ്വാസികളെ അമ്പലങ്ങളിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ച, വിശ്വാസം തരിമ്പ് പോലുമില്ലാത്ത പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾക്ക് എന്താണ് അമ്പലത്തിൽ കാര്യം? ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുവാനും സമൂഹത്തിന് സത്യസന്ധത വെളിപ്പെടുത്താനും വേണ്ടിയാണ് ഈ ഒരു ധർമ്മസമരം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായമാണ് നമുക്ക് ആവശ്യമുള്ളത്. അവരെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്ന ഈ ഒരു തെറ്റായ സമീപനം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായും മാറേണ്ടതാണ്. ഈ ഒരു ധർമ്മസമരത്തിന് നേതൃത്വം നൽകുന്ന RC സിജുവിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്.
ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പാവനതയും എന്നും സൂക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെയുള്ള കേരളത്തിലുള്ള വിശ്വാസ സമൂഹത്തിന്റെ രക്ഷയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും കടപ്പെട്ടിരിക്കുന്നു. ധർമ്മസമരത്തിന്റെ ഒരു ഭാഗമാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീ പി കെ രംഗേഷ് കുമാർ. ഏറെ ബഹുമാന്യനായ ഈ ഉപവാസ സമരത്തിൻ്റെ നായകൻ, ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയും ബാലുശ്ശേരിക്കോട്ട ട്രസ്റ്റ് മുൻ ചെയർമാനുമായ പ്രിയപ്പെട്ട RC സിജു, വേദിയിലുള്ള ഏറെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നമ്മളാരും കരുതിയതോ പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അല്ല പരിപാവനമായ ശ്രീ ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി ഒരു നാടിന് കടന്നു വരേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലമായി, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെതാവട്ടെ സംസ്ഥാനത്തിൻ്റെതാവട്ടെ ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സ്വാതന്ത്ര്യവും മതേതരത്വവും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ അപ്പോസ്തലന്മാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ്. അതിൻ്റെ പ്രയാസവും ബുദ്ധിമുട്ടും നമ്മളെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത്, അതിന് ഉത്തരമായി കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അഴിമതികൾ, മോഷണങ്ങൾ നമുക്ക് മുന്നിൽ ദൈനംദിനം കടന്നു വരികയാണ്. ആ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് കൃത്യമായി ദിശാബോധം നൽകേണ്ട ആളുകൾ ആ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു നിന്നും പരാജയപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ദൈവവിശ്വാസം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് താങ്ങാവും തണലാവും എന്നൊരു വിശ്വാസത്തിന്റെയും ബോധ്യത്തിന്റെയും പേരിൽ മനുഷ്യന് മുന്നോട്ട് പോകാൻ ഏതെങ്കിലുമൊക്കെ ശക്തിയെ ഒന്ന് ഭയപ്പെടുന്നതോ പേടിക്കുന്നതോ നല്ലതാണ് എന്നുള്ള നമ്മുടെ പിൻതലമുറയുടെ തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നമ്മൾ മാറ്റാതെ പിന്തുടർന്ന് പോന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണവും അതിൻ്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എല്ലാ തരത്തിലേക്കും ഇല്ലാതാക്കുന്നതാണ് പുരോഗമനമെന്ന് ഒരു തെറ്റായ സന്ദേശം പുതുതലമുറയ്ക്ക് നൽകിക്കൊണ്ട് നമ്മുടെ നാടിനെ വല്ലാത്തൊരു അരാജകത്വത്തിലേക്ക് നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ പ്രിയപ്പെട്ട സിജുവേട്ടൻ ഈ ബാലുശ്ശേരി കോട്ടയുടെ ട്രസ്റ്റ് ചെയർമാനായ സമയത്ത് ഈ ക്ഷേത്രത്തിന് ഒട്ടേറെ വികസന പദ്ധതികൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ചും ഈ നാട്ടിലെ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ നാടിന് പുറത്തുള്ള ഭക്തജനങ്ങളെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഒരു ജനകീയമായ രീതിയിലേക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മുന്നിൽ അനുഭവത്തിലായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ബാലുശ്ശേരി പഞ്ചായത്തിന് സമീപമുള്ള ബാലുശ്ശേരി കോട്ടയുടെ പേരിലുള്ള സ്ഥലത്തിന്റെ അതിർത്തി നിർണ്ണയിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുവരെ അനാഥമായി അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന ആ ഭൂമി കൃത്യമായ അതിർത്തി കെട്ടി സംരക്ഷിച്ച് അവിടെ ക്ഷേത്രത്തിന്റെ കീഴിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കെട്ടിട സമുച്ചയം പണിയാനൊക്കെയുള്ള മാസ്റ്റർ പ്ലാനൊക്കെ അദ്ദേഹം തയ്യാറാക്കിയെങ്കിലും പിന്നീട് വന്ന ഇവിടുത്തെ ട്രസ്റ്റി ബോർഡുകൾക്ക് ഒന്നും തന്നെ ആ പ്രവർത്തനങ്ങളുമായി ഒന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിന്റെ വലിയൊരു തിരിച്ചറിവുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ ഇത്തരം സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നാടിനാവാം, അത് ക്ഷേത്രത്തിനാവാം, ഏത് മേഖലയിലാവാം പുരോഗതിയിലേക്ക് നയിക്കാൻ അത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലവും ഇവിടെ
ഇവിടുത്തെ ഭരണം നടന്നുപോയിരിക്കുന്നത്. ഈ കോട്ടയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട എക്സിക്യൂട്ടീവ് ഓഫീസറുമായി സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഓഡിറ്റില്ല, ഓഡിറ്റ് ചെയ്യാൻ ആളില്ല, സംവിധാനമില്ല. ഇതെല്ലാം ചെയ്യേണ്ടതും ചെയ്യിക്കേണ്ടതും ഈ സർക്കാർ സംവിധാനങ്ങളാണ്. യാതൊരു കളങ്കവുമില്ലാത്ത മനസ്സുമായി ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ നീക്കിയിരിപ്പിന്റെ ഒരു ഭാഗം തങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന സമയത്ത് അതിനെ കൃത്യമായി സൂക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അത് ദേവസ്വം ബോർഡിനുണ്ട്, എക്സിക്യൂട്ടീവ് ഓഫീസർക്കുണ്ട്, ഇവിടുത്തെ ട്രസ്റ്റി ബോർഡിനുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ട്രസ്റ്റി ബോർഡിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയ്ക്ക് എത്ര സ്വർണം ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വഴിപാടായി നൽകി കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായ രീതിയിൽ ഒരു കടലാസ് പോലും ഇതിന്റെ ട്രസ്റ്റി ബോർഡുമായി ബന്ധപ്പെട്ട ആളുകളുടെ കൈകൾ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. നേരത്തെ സുജുവേട്ടൻ ചെയർമാനായി അതിന്റെ അവസാന സമയത്ത് 2016 ഇറങ്ങിപ്പോരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സ്ഥിതിവിവര കണക്ക് അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അടുക്കും ചിട്ടയുമില്ലാതെ ഈ ഒരു ലഭിച്ച സ്ഥാനത്തിന്റെ മറ്റു തരത്തിലുള്ള പദവികൾ അല്ലെങ്കിൽ അതിന്റെ അലങ്കാരങ്ങൾ അനുഭവിക്കുന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ദിശാബോധമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഇതുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെയേറെ പ്രയാസമുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദൈനംദിനം പ്രവർത്തിക്കുന്ന ആളുകളെ, നമ്മുടെ നേരത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായ ടി വിനോദൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്, എനിക്ക് എന്നോടൊപ്പം പല ആളുകളും ഉണ്ട് എന്നാണ്. അത്തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരവുമായി ഈ നമ്മുടെ പ്രിയപ്പെട്ട സിജുവേട്ടൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഉപവാസ സമരം നയിക്കുന്ന പ്രിയപ്പെട്ട സിജുവേട്ടനും അതേപോലെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയത്തോട് ചേർന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി ശ്രീ അബ്ദുൽ സലാം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ യോഗാധ്യക്ഷൻ വിജീഷ്, ഈ ഉപവാസ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി നിതേഷ് അരവിന്ദും മറ്റ് ഇന്നിവിടെ ഉപവാസം അനുഷ്ഠിക്കുന്ന RC ഷിജു, വേദിയിലുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വിശ്വാസമില്ലാത്ത ആളുകളെ അമ്പലവും പള്ളിയും ഏൽപ്പിച്ചാൽ ഉള്ള സ്ഥിതി ഇതാണ്. അവർ കയറുന്നത് ഈ ദൈവത്തിനോട് ഇഷ്ടമുണ്ടായിട്ടോ അല്ലെ ദൈവവിശ്വാസിയായിട്ടോ അല്ല, അവർ കൈയിട്ട് വരാൻ വേണ്ടി ഇതിനകത്തൊക്കെ കയറി കൂടുന്നത്. അതിപ്പോൾ ദൈവം നമ്മളെ കാണിച്ചു തന്നിരിക്കുകയാണ്. ശബരിമലയിലായാലും ബാലുശ്ശേരി കോട്ടയിലായാലും ഇനി ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ കട്ടുകൊണ്ടുപോയിന്നിപ്പോൾ പരിശോധിച്ചാലല്ല അറിയും. ഈ ഒരു സ്ഥിതിവിശേഷം ഇന്നൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിന് ആ സംഭവം സാധ്യമാക്കി തരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. തെലങ്കാന അർബൻ സൊസൈറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മോഹൻദാസ് ഈ ഉപവാസ സമരത്തെ അഭിസംബോധന നമ്മൾ സംസാരിക്കും. ബഹുമാനപ്പെട്ട ഈ യോഗാധ്യക്ഷൻ, ഈ ഉപവാസ സമരത്തിൻ്റെ നായകൻ ശ്രീ RC ഷിജു, ഈ ഉപവാസത്തിൽ പങ്കെടുക്കുന്ന നല്ലവരായ ഭക്തജനങ്ങൾ, ഈ ഉപവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്ര നടയിൽ ഇത്തരം ഒരു ഉപവാസ സമരം നടത്തുന്നതിൻ്റെ ആവശ്യകത ഇവിടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ഈ ക്ഷേത്രങ്ങൾ കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രങ്ങൾ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭരണങ്ങൾ ഏറ്റെടുത്തത് ക്ഷേത്രവിശ്വാസികളായിരുന്നു. എന്നാൽ ഇന്ന് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത, ക്ഷേത്രവിശ്വാസമില്ലാത്ത ഒരു പറ്റം ആളുകളുടെ കൈകളിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത്. വിശ്വാസമില്ലാത്ത ആളുകളെ ഈ ക്ഷേത്ര ഭരണം ഏൽപ്പിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഇവിടെ സൂചിപ്പിച്ച പോലെ ഭക്തജനങ്ങളുടെ
അവൻ്റെ ഹൃദയത്തിൽ ചാലിച്ച അമൂല്യമായ വസ്തുക്കൾ എന്തായിരുന്നാലും അത് വളരെ അമൂല്യമായി നിൽക്കുന്ന വസ്തുക്കൾ ഭഗവാന് ദക്ഷിണയായി അർപ്പിക്കുന്ന, കാണിക്കയായി അർപ്പിക്കുന്ന, അത് എക്കാലവും വളരെ സൂക്ഷ്മതയോടുകൂടി സൂക്ഷിക്കേണ്ടുന്ന ആ വില കൂടിയ അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത വസ്തുക്കളെല്ലാം ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് അടിച്ചു മാറ്റപ്പെടുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ ബാലുശ്ശേരിക്കോട്ട പ്രദേവത ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ്റെ വഴിപാടായി ശ്രീകോവിൽ പിച്ചള പൂശാൻ ഉള്ള തീരുമാനമുണ്ടായി. RC ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ ആണ് സംഭവം ഇവിടെ നടന്നത്. അതിന് വന്നിരിക്കുന്ന ജീവനക്കാർ 40 ദിവസത്തോളം ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഈ ജോലി പൂർത്തിയാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എന്ത് സാധനമായിരുന്നാലും അത് വ്യക്തമായി ഇതിന് തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തത വരുത്തിക്കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ക്ഷേത്ര ജീവനക്കാരായിരുന്നാലും ക്ഷേത്രത്തിൽ ജോലിക്ക് വരുന്നവരായിരുന്നാലും അതിൻ്റെ വിശ്വാസത്തോടു കൂടി നടത്തിപ്പോകുന്നത്. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടി ശബരിമലയുടെ ധാരാളം ശില്പങ്ങളും അതുപോലുള്ള സ്വർണ്ണത്തിൽ പൊതിഞ്ഞ സ്വർണ്ണ തകിടുകളുമെല്ലാം മറ്റ് സ്ഥലങ്ങളിലെ ആരുടെയൊക്കെയോ കൈകളിൽ കൂടി പോകുന്നു. അത് ചെമ്പായി മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം ദുശക്തികൾക്കെതിരെ ശക്തമായി പോരാടുന്നതിന് ഇത്തരം ജനസമൂഹം മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർണയ്ക്ക് എല്ലാവിധ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയിക്കൊണ്ടു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് UDF പനങ്ങാട് മണ്ഡലത്തിൻ്റെ ചെയർമാൻ ശ്രീ മുഹമ്മദ് അലി അവർ. അദ്ദേഹത്തെ ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാന്യായ യോഗാധ്യക്ഷൻ, ബാലുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമാരാധ്യനായ പ്രസിഡന്റ് VB വിജീഷ്, ഈ ഉപവാസം അനുഷ്ഠിക്കുന്ന മുൻ ബാലുശ്ശേരി കോട്ട പരദേവത വേട്ടയ്ക്കൊരുമതൻ പരദേവതാ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി RC ഷിജു, ഈ വേദിയിലുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെ, ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത ഒരവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതൊരു മതസ്ഥാപനത്തിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കേണ്ടത്, അതല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയെ വെക്കേണ്ടത് വിശ്വാസികളെയാണ്. വിശ്വാസമില്ലാത്തവർ അധികാരം ഏറ്റെടുത്താൽ രാജ്യത്ത് നടക്കുന്ന അവസ്ഥയുടെ ഒരു ചെറിയ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിലാകമാനം എനിക്ക് മുമ്പ് പ്രസംഗിച്ച അച്ഛൻ നിജേഷ് അരവിന്ദ് പറഞ്ഞതുപോലെ പല സമുദായങ്ങൾക്കും പല ആചാരങ്ങളും പല വിശ്വാസങ്ങളും പല രീതിയിലുള്ള പ്രാർത്ഥനകളുമാണ് ഉള്ളത്. മുസ്ലിം സമുദായത്തിൽ ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഖാദിയാനി എന്ന് പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട്, RC ഉണ്ട്. നേരത്തെ നമ്മുടെ ലിജേഷ് പറഞ്ഞ പോലെ പെന്തക്കോസ്റ്റ് ഉണ്ട്, CSI ഉണ്ട്. CSIൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ട്. കല്യാണം കഴിക്കാവുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ കൂടുതൽ പള്ളിയിൽ പോകാൻ പറ്റുന്ന സ്ത്രീകളുണ്ട്, പറ്റാത്തവരുണ്ട്. അതുപോലെ ഹിന്ദു സമുദായത്തിൽ ഒരുപാട് വിഭാഗങ്ങളെ, ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. പലരും പല ദൈവങ്ങളെയും ആരാധിക്കുന്നവരുണ്ട്. പല ക്ഷേത്രങ്ങളിലും പ്രത്യേകമായി പോകുന്ന ആളുകളുണ്ട്. ഇതെല്ലാം തന്നെ തെറ്റിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ആകാം എന്ന് വളരെയധികം ഉദ്ഘോഷിച്ചുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ള
സ്ത്രീകളെ അവിടെ കയറ്റാൻ വേണ്ടി തയ്യാറായിരുന്നു. ഈ ഗവൺമെന്റ് എല്ലാ നിലയിലും മുച്ചോടും മുടിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ഗവൺമെന്റ് എല്ലാ സ്ഥലത്തും എല്ലാ അമ്പലങ്ങളിലും ഇവരുടെ സ്വന്തക്കാരെ നിയമിച്ചുകൊണ്ട് അവരുടെ നിന്ന് ഈ സ്വർണങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുജിത് മാഷ് പറഞ്ഞ ഒരു വിശ്വാസി, അദ്ദേഹത്തിന് പല ആവശ്യങ്ങളും ദൈവത്തോട് പറയാനുണ്ടാവും. അതായത് ഓരോ മതങ്ങളും ഓരോ രീതിയിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് ചിലര് ഞങ്ങൾ സക്കാത്തായി കൊടുക്കുന്ന പോലെ കൊടുക്കും, നിങ്ങൾ അമ്പലത്തിലേക്ക് കൊടുക്കും, ക്രിസ്ത്യൻ പള്ളിയിൽ കാണിക്കയായി വെക്കും. ഇതെല്ലാം അവന്റെ വിശ്വാസവും അവന്റെ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ അടക്കമുള്ള സംഗതികൾ ഒന്ന് ഈ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് അല്ലെങ്കിൽ ഈ പരദേവതയുടെ കടാക്ഷം കൊണ്ട് ഏത് അമ്പലത്തിലാണോ ഏത് പ്രതിഷ്ഠയാണോ ആ അതിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാം കഴിച്ചു ബാക്കിയുള്ള സ്വർണമായാലും പണമായാലും അവൻ കൊടുക്കുന്നത്. അത് വിശ്വാസിക്ക് അത് അതായത് അതിന് ഉത്തരം കിട്ടുന്നുമുണ്ട്. വിശ്വാസമുള്ളവൻ ഉത്തരം കിട്ടും, വിശ്വാസമില്ലാത്തവന് ഒന്നും തന്നെ കിട്ടുകയില്ല. ആ വിശ്വാസമുള്ളവന്റെ കണ്ണീർ നമ്മൾ ആലോചിച്ച് നോക്കുക. ശബരിമല എത്ര ആളുകൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഭക്തന്മാർ കുറഞ്ഞു. എന്തതിന്റെ കാരണം? നശിപ്പിക്കുകയാണ്. അതായത് ഓരോ സ്ഥലത്തും പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം കയറി അവിടെ വിശ്വാസമില്ലാതാക്കി. അതായത് കയറേണ്ടാത്ത സമയത്ത് വരെ അതായത് ചില ആളുകൾ ചില കുടുംബത്തിലെ ആളുകൾ പ്രായപൂർത്തി 50 വയസ്സിന്റെ ചുവടെയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമ്പലത്തിൽ കയറാൻ പ്രയാസം ഉണ്ടാവും. അവിടെ അതൊന്നും നോക്കാതെ ഒരു മാനദണ്ഡവും ഇല്ലാതെ അതിനെ നശിപ്പിക്കുക, അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള, വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു നാട്ടിൽ എന്ത് അരാജകത്വവും നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു സമീപനമാണ് ഈ ഗവൺമെന്റ് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബഹുമാന്യായ എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാവ് ശ്രീ RC സിജു ഈ അമ്പലത്തിൽ നടത്തിയിട്ടുള്ള അഴിമതിയെ കുറിച്ച് പ്രതികരിക്കുന്നതിന് വേണ്ടി ഈ അമ്പലത്തിലുള്ള സ്വർണം അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളതാണോ? ഇവിടെ ലോക്കറില്ലേ? ഈ ലോക്കറിലല്ലേ അത് സൂക്ഷിക്കേണ്ടത്? അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ സാമ്പത്തിക തിരുമണിക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഭക്തർ ഇവിടെ കൊടുത്തതല്ലേ, ഇവിടത്തെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതല്ലേ? അതിനുപയോഗിക്കാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരെ, തന്റെ അനുയായികളെ, തന്റെ യജമാനന്മാരെ പിന്തുണ തേടിക്കൊണ്ടാണ് ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത്. അത് ഇവിടുന്ന് തിരിച്ചെത്തിക്കണം. വിശ്വാസികളുടെ മനസ്സിന് കളങ്കപ്പെടാത്ത രീതിയിൽ, അവരുടെ മനസ്സ് വേദനിക്കാത്ത രീതിയിൽ ഈ സംഭവം, ഈ സ്വർണ്ണാഭരണം ഇവിടെ എത്തിക്കുകയും അത് എത്തിക്കുന്നത് വരെ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഇത് ജനങ്ങൾ സമക്ഷം ഇവരുടെ മുഖംമൂടി അഴിച്ച് അത് വലിച്ചു കീറി ഈ വേട്ടയ്ക്കൊരു മകക്ഷേത്രത്തെ സംരക്ഷിക്കും. അതിനുവേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്ന ബഹുമാന്യായ സുഹൃത്ത് RCക്കും അതുപോലെ തന്നെ ഈ സുഹൃത്തുക്കൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ചെയ്യുന്നു. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് ശ്രീമതി വിമല D. നായർ. ബഹുമാനപ്പെട്ട ഉപവാസ സമരത്തിൻ്റെ നായകൻ സിജു RC, ഇവിടെ ഒരു വലിയ പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ മുന്നിൽ നിന്ന് എല്ലാ നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം കോട്ടയിൽ ഇപ്പോൾ 20 പവൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സ്വർണത്തിന് വില കൂടിയതാണ്, അതുകൊണ്ടാണോ അതെല്ലാം കുത്തിപ്പൊക്കി വന്നതെന്ന് അറിയുന്നില്ല. പക്ഷേ എന്ത് പരിപാടി നടത്തുകയാണെങ്കിലും ഈ അയ്യപ്പനെ തൊട്ട മുതൽക്ക് ഈ ഗവൺമെൻറ്റിന് യാതൊരു സമാധാനവും കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് ഈ എല്ലാ പ്രശ്നങ്ങളും. പക്ഷേ ഇപ്പം അതെല്ലാം കൂടെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഒരു പരിപാടി നടത്തി നോക്കുമ്പോൾ അത് അതിനെക്കാട്ടും വലിയൊരു പ്രശ്നമായി മാറി. അപ്പോൾ അടുത്ത സ്വർണ്ണമൊന്നും കാണുന്നില്ല എന്നുള്ള പരിപാടിയായി. ഇപ്പം ഈ ചെമ്പ് ആണെന്ന് പറയാൻ, ഈ ചെമ്പട ഭരിക്കുമ്പോൾ ചെമ്പല്ലാണ്ട് എന്താ ഉണ്ടാകുക എന്ന് എൻ്റെ ചോദ്യം. ചെമ്പടക്കല്ലേ ഇപ്പോൾ ഇതൊക്കെ ചെമ്പ് ആക്കി മാറ്റാനുള്ള ശക്തിയുള്ളൂ. നമുക്കിതിനൊന്നും ശക്തിയില്ല. നമ്മളൊരു വിശ്വാസിയാണ്.
നമുക്ക് വിശ്വാസത്തിന് നമ്മൾ കഴിയുന്നതും ക്ഷേത്രങ്ങൾ കൊടുക്കുക എന്നല്ലാണ്ട് അവിടുന്ന് കട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നമ്മൾ നടത്തില്ല. കാരണം ഞാനൊരു ക്ഷേത്രത്തിൻ്റെ ചെയർപേഴ്സണായിട്ട് 6-7 വർഷക്കാലം നിന്ന ചരിത്രം എനിക്കുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ കഴിയുന്നതും അങ്ങോട്ട് കൊടുത്തു എന്നല്ലാണ്ട് അവിടുന്ന് ഒരു 5 പൈസ ഇങ്ങോട്ട് വാങ്ങിയതായ ചരിത്രമല്ല. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഇവർ കട്ട് നമ്മളെ നികുതിപ്പണം കട്ട് നമ്മളെ തന്നെ ഓരോ ജനിക്കുന്ന കുട്ടിക്കും കടാക്കി വെച്ചിട്ടാണ് ഇവരിപ്പോൾ ഭരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇതിനെല്ലാം എതിരായിട്ട് നമ്മുടെ കോൺഗ്രസ് പാർട്ടി ഇതിനെല്ലാം എല്ലാ പ്രതിഷേധവും പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന് ഈ ഉപവാസ സമരത്തിൽ നിൽക്കുന്ന സിജുവിന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഈ ഉപവാസ സമരം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശക്തിയുടെ പ്രതീകമായ ശൈലേഷ്. ഏറെ പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ വിജയ് ചേട്ടൻ, ഇന്നത്തെ ഈ പരിപാടി നമ്മൾ പല പരിപാടികളും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി ഒരു വലിയ വിഷമത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ അമ്പലങ്ങളും അതുപോലെ ആരാധനകളൊക്കെ തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷയോടുകൂടി, എല്ലാവരും അല്ല ഭൂരിപക്ഷം ആളുകളും വലിയ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. കാരണം എൻ്റെ സ്വത്തിൻ്റെയും എൻ്റെ ജീവൻ്റെയും ഒക്കെ നിലനിർത്തുന്ന ഒരു കേന്ദ്രമാണ് ആരാധനകൾ എന്ന് വിശ്വസിക്കുന്ന പൊതുസമൂഹമാണ് ഇപ്പോൾ നമ്മൾ അധികമുള്ളത്. അത്തരം ആളുകൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു അമ്പലത്തിൽ നിന്നും കൊള്ളയടിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിമലേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും കള്ളക്കടത്തുമായി നടക്കുന്ന ഒരു സർക്കാർ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വലിയ നമ്മളെ ഓരോരുത്തരും അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു തുണ്ട് പണത്തിൽ നിന്നും അവരുടെ കുടുംബത്തിന് ഉപയോഗിക്കേണ്ട പണത്തിൽ നിന്നൊരു ഭാഗമാണ് അമ്പലങ്ങളിലെല്ലാം കൊണ്ടുവെക്കുന്നത്. ആ പണം കട്ടുകൊണ്ടുപോകുന്ന ഇത്തരം ആളുകളെ നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് കൃത്യമായ ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ പരിപാടിയിൽ ഉപവാസം അനുഷ്ഠിക്കുന്ന ശുചിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീമതി നിഷ ഗോപിനാഥ് നമ്മുടെ അഭിസംബോധന സംസാരിക്കും. ഉപവാസം അനുഷ്ഠിക്കുന്ന നമ്മുടെ സഹോദരായ RC സുജീവിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. മരങ്ങാട്ടെ കോൺഗ്രസിൻ്റെ യുവ മുഖമായിട്ടുള്ള ശ്രീ അഹമ്മദ് റിയാസ് മാസ്റ്റർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലുള്ള പ്രിയ സഹപ്രവർത്തകർ, കോട്ടയുടെ മുൻ ട്രസ്റ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള ഉപവാസം അനുഷ്ഠിക്കുന്ന RC സിജു, പ്രിയമുള്ളവരെ, കേരളത്തിൽ നടന്ന വലിയൊരു അമ്പലക്കൊള്ളയുടെ, ശബരിമലയിൽ നടന്ന കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിയ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുന്ന നമ്മുടെ ഇടയിലേക്കാണ് നമ്മുടെ നാട്ടിൽ നടന്ന താരതമ്യേന മോശമില്ലാത്ത, മറ്റേത് കിലോ കണക്കിന് കക്കുമ്പോൾ ഇവിടെ 20 പവനോളം സ്വർണമാണ്, സ്വർണ്ണ ഉരുപ്പടിയാണ് കാണാതായിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായാലും മലബാർ ദേവസ്വം ബോർഡിലായാലും ഒക്കെ രാഷ്ട്രീയക്കാരാണ്, അവരുടെ പ്രതിനിധികളാണ് ഉള്ളത്. ഇവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ്, ഇവരുടെയൊക്കെ അംഗീകാരത്തോടു കൂടിയാണ് ഈ അമ്പലത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ അമ്പലങ്ങളിൽ ഒരു കാര്യവും നടക്കാൻ സാധ്യതയില്ല. അപ്പം ഇത്രയും കാലം 9-10 വർഷമായിട്ട് പല അമ്പലങ്ങളിലും, ശബരിമല ഉൾപ്പെടെയുള്ള, അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കോട്ട ക്ഷേത്രത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിശ്വാസികൾ വളരെ ഭക്തിപൂർവം വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച, കാണിക അർപ്പിച്ച സ്വർണവും വെള്ളിയും പൈസയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടിച്ചുകൊണ്ടുപോകുന്നതിനെതിരെയുള്ള സന്ദേശമാണ്, പ്രതിഷേധമാണ് കേരളത്തിലുടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള RC സിജു ഉപവാസ സമരവുമായി മുന്നോട്ട് പോവുകയാണ്.
RC സംബന്ധിച്ചിടത്തോളം ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ്. RC പറഞ്ഞതുപോലെ, മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ, ഇത് ഭക്തിയും ഭക്തരുമായിട്ടുള്ള വിഷയമായതുകൊണ്ട് തന്നെ ഇത് വലിയൊരു വിവാദമാക്കേണ്ട എന്ന് വിചാരിച്ച് ആ സ്വർണം തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ നമ്മളിത് പ്രതിഷേധവുമായി ഇറങ്ങാതിരുന്നത്. പക്ഷേ അതിനൊന്നും പ്രയോജനമില്ല എന്ന് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട RC സിജു ഇന്ന് വൈകുന്നേരം 5 മണി വരെ ഭക്തർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുകയാണ്. RC സിജുവിനും ഈ കമ്മിറ്റിക്കും, ഉപവാസ കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.